സെയിൽസ് നമ്മൾ പറഞ്ഞു, ഒരു ഡോക്ടർ ചെയ്യുന്ന പോലെ, ഒരു നേഴ്സ് ചെയ്യുന്ന പോലെ, ഒരു ടീച്ചർ ചെയ്യുന്ന പോലെ, ഒരു പോലീസ് ഓഫീസർ ചെയ്യുന്ന പോലെ, ഒരു ഫയർഫോഴ്സ് ഓഫീസർ ചെയ്യുന്ന പോലെ ഒരു നോബിൾ ജോബാണ്, ഒരു പുണ്യപ്രവൃത്തിയാണ്. കാരണം മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു? ദേ സേവ് ലൈഫ്. നമ്മൾ എന്താ ചെയ്യുന്നത്? വി ചേഞ്ച് ലൈഫ്സ്. നമ്മൾ ജീവിതം മാറ്റിമറിക്കുന്നവരാണ്. കാരണം ഏറ്റവും മികച്ച തീരുമാനം നമ്മളുടെ കസ്റ്റമേഴ്സിനെ കൊണ്ടെടുപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ ഏറ്റവും മികച്ച സൊല്യൂഷനിലേക്ക് അവരെ നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഒരു പുണ്യമായ പ്രവൃത്തി കൂടിയാണ് സെയിൽസ് എന്ന് പറയുന്നത്. ഞാൻ വർക്ക് ഫ്രം ഹോം, മിക്കവാറും എൻ്റെ ജോലി എന്ന് പറയുന്നത് സെയിൽസിലായതുകൊണ്ട് തന്നെ എനിക്ക് ഓഫീസ് ഇഷ്ടമല്ല. ഞാൻ 22ാമത്തെ വയസ്സിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടിയിട്ട് അത് കളഞ്ഞതിൻ്റെ റീസൺ തന്നെ എനിക്ക് ഓഫീസിലിരിക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ടാണ്. എനിക്ക് രാവിലെ 9 തൊട്ട് 5 വരെ ഇരുന്നുള്ള പരിപാടി എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ എവിടെ ജോലിക്ക് കയറിയാലും ആദ്യമായി ഞാൻ പറയും, ഞാൻ സെയിൽസിലേക്ക് ഇറങ്ങിയത് തന്നെ ഓഫീസിൽ വന്നിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന പരിപാടിയാണ് നിങ്ങൾ എന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ അതിനില്ല എന്ന് പറയും. എന്നിട്ട് ഈവൻ എനിക്ക് പോകണ്ട, എനിക്കതുകൊണ്ട് തന്നെ ഓഫീസിൽ പോകണ്ട, എന്നെ ആരും തിരക്കത്തില്ല. കാരണം ആദ്യത്തെ 10 ദിവസം കൊണ്ട് തന്നെ ആ മാസത്തെ ടാർഗറ്റ് ഞാൻ അടിക്കുമായിരുന്നു. അതുകൊണ്ട് എന്നെ ആരും തിരക്കില്ല. എന്നാലും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ രാവിലെ കസ്റ്റമറെ വിളിക്കുന്നുണ്ട് എങ്കിൽ കസ്റ്റമറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത്, അതായത് ഓഫീസ് ടൈമിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പ്രൊഫഷണലി ഡ്രസ്ഡ് ആയിരിക്കും. ഞാൻ അയൺ ചെയ്ത ഷർട്ട് ഇടും, ഞാൻ പാൻ്റ് ഇടും, ഞാൻ നല്ല രീതിയിൽ ഗ്രൂം ചെയ്തിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, ആ കോള് ചെയ്യുന്നത്. കാരണം നമ്മളുടെ മൈൻഡ് പ്ലേസ് എ വെരി വെരി ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ അവർ വർക്ക്. നമ്മളൊരു കാര്യം ചെയ്യുന്നു, നമ്മുടെ മൈൻഡ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ മൈൻഡും കൂടെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ, നമ്മൾ ഷർട്ട് ഇടാതിരുന്ന് ഒരു കസ്റ്റമറോട് സംസാരിക്കുന്ന സമയത്ത് കിടന്നുകൊണ്ട് ഒരു കസ്റ്റമറോട് മറുപടി, ഈവൻ ഒരു മെസ്സേജ് അയക്കുന്നത് പോലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വോയിസ് മെസ്സേജ് ഇടുന്നു, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇടുന്നു, ഒഫീഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ടോ നടന്നുകൊണ്ടോ ആയിരിക്കും ഞാനത് ചെയ്യുന്നത്. എനിക്ക് ചുറ്റും ഞാൻ നോക്കും, ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലെന്ന് ഞാൻ ഉറപ്പുവരുത്തും. കാരണം കസ്റ്റമർ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ക്ലോസിങ്ങിന് റെഡിയാകും. ഏത് നിമിഷവും നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈല് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്ക് കസ്റ്റമർ അനുവദിച്ച് തന്നിരിക്കുന്ന ഒരു ടൈമുണ്ട്. ഓക്കെ, ടൈം അനുവദിച്ച് തന്നിരിക്കുന്നു. മിക്കപ്പോഴും ഇപ്പം ലെറ്റ്സ് സേ 20 minutes ആണ് നമുക്ക് കസ്റ്റമർ അനുവദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മളുടെ നേരിട്ടുള്ള പ്രസൻറ്റേഷൻ ആയിക്കോട്ടെ, ഫോണിൽ കൂടി ആയിക്കോട്ടെ. ഈ സമയത്ത് നമ്മുടെ സെയിൽസുകാർക്ക് പറ്റുന്നത്, ഈ ഒരു പ്രസൻറ്റേഷൻ ഇവിടുന്ന് തുടങ്ങി ഈ പ്രസൻറ്റേഷൻ അവസാനിക്കുന്ന, അതായത് കസ്റ്റമർ തന്ന സമയം തീരുന്നതിന് 2 minute മുന്നോ അല്ലെങ്കിൽ ആ സമയം എത്തുമ്പോഴായിരിക്കും ഇവർ പേയ്മെൻറ്റ് ചോദിക്കുന്നത്, ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ വെച്ചാണ് ഇവർ ക്ലോസ് ചെയ്യുന്നത്. ഈ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇവർക്കൊരു പണി കിട്ടും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കസ്റ്റമർ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം അവിടെ തീർന്നു. ഇവിടെ വെച്ചിട്ടാണ് അവരുടെ അടുത്ത് നമ്മൾ അപ്പോൾ എങ്ങനെയാ സാറേ എടുക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് മൈൻഡിൻ്റെ ടൈം ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് തന്നെ അവരെന്ത് പറയും? ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്, ഞാൻ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ. ഈ ടൈപ്പ് ഓഫ് പ്രസൻറ്റേഷൻ്റെ പേരാണ് ക്ലോസിംഗ് ആഫ്റ്റർ ദ പ്രസൻറ്റേഷൻ. എന്നാണ് ക്ലോസിംഗ് ആഫ്റ്റർ ദ പ്രസൻറ്റേഷൻ അവസാനം നമ്മൾ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ റിജക്ഷൻ വരാനുള്ള, കസ്റ്റമർ തീരുമാനം എടുക്കാതിരിക്കാനുള്ള റീസൺ നിങ്ങൾ എന്ത് ചെയ്യുന്നത് കൊണ്ടാണ്? യു ആർ ട്രൈങ് ടു ക്ലോസ് ആഫ്റ്റർ ദ പ്രസൻറ്റേഷൻ. രണ്ടാമത്തെ ഒരു മെത്തേഡുണ്ട്, അതാണ് ക്ലോസിംഗ് ത്രൂ ഔട്ട് ദ പ്രസൻറ്റേഷൻ. ക്ലോസിംഗ് ത്രൂ ഔട്ട് ദ പ്രസൻറ്റേഷൻ. നമ്മളുടെ പ്രസൻറ്റേഷൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്ലോസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് നമ്മുടെ പ്രസൻറ്റേഷൻ ഇവിടെ തുടങ്ങി, ഇവിടെ വെച്ച് നമ്മൾ ഒരു ട്രയൽ ക്ലോസിംഗ് നടത്തും. ഫോർ എക്സാമ്പിൾ, അവർ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ യെല്ലോ ഷെയ്ഡ് ഉണ്ടോ? പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഉത്തരം എന്താ? ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. അതേസമയം
അവിടെ നമുക്ക് ഒരവസരം കിട്ടുകയാണ്. അത് നമ്മൾ ചോദിച്ചിട്ട് അവർ പറഞ്ഞ് ഏത് കളർ വേണം സാർ എന്ന് ചോദിച്ചിട്ട് അവരിങ്ങോട്ട് പറയുന്നതായിക്കോട്ടെ, അതല്ലാതെ അവരിങ്ങോട്ട് ചോദിക്കുന്നതായിക്കോട്ടെ, അത് ക്ലോസ് ചെയ്യാനുള്ള ഒരവസരമാണ്. അതൊരു മെയിൻ ക്ലോസിംഗ് അല്ല. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേര് മിനി ക്ലോസിംഗ് എന്നാണ്. എന്താ എൻ്റെ പേര്? മിനി ക്ലോസിംഗ്. അപ്പോൾ അവരിങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ യെല്ലോ ഷെയ്ഡ് അവൈലബിൾ ആണോ? നമ്മുടെ അടുത്ത ചോദ്യം ഉണ്ട് എങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്, എത്ര പൈസ സാറേ വേണ്ടേ? അവർ 1 എണ്ണം അല്ലെ 5 എണ്ണം എന്ന് പറയുന്നുണ്ട് എങ്കിൽ ഇറ്റ്സ് കോൾഡ് മിനി ക്ലോസിംഗ്. കാരണം അവർ കമ്മിറ്റ് ചെയ്യാണ്, ഓരോ കാര്യങ്ങളും കമ്മിറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, നിങ്ങൾക്കിത് ഈ ആഴ്ച ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ? നമ്മൾ പറ്റും എന്നാണ് നോർമലി മറുപടി കൊടുക്കുന്നത്. നമ്മൾ തിരിച്ച് ക്ലോസ് ചെയ്യുകയായിരിക്കണം ചെയ്യുന്നത്. അവർ ചോദിച്ച ചോദ്യത്തിന് അവരിൽ നിന്നൊരു കമ്മിറ്റ്മെന്റ് എടുക്കാനായിരിക്കണം നമുക്ക് പറ്റുന്നത്. തിരിച്ചുള്ള ചോദ്യം, എന്നത്തേക്കാണ് സാർ ഇൻസ്റ്റലേഷൻ വേണ്ടേ? എനിക്ക് ഫ്രൈഡേ ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. എന്തായത്? കമ്മിറ്റ്മെന്റ്. യെല്ലോ 3 പീസ് വേണം. അത് കഴിഞ്ഞ് അടുത്തതിൻ്റെ അകത്ത് എന്താ പറഞ്ഞേ? ഫ്രൈഡേ ഇൻസ്റ്റലേഷൻ എനിക്ക് ഓക്കെ ആണ്. ഇപ്പം എന്തൊക്കെയായി? യെല്ലോ അവർ സമ്മതിച്ചു, 3 പീസ് വേണമെന്ന് അവർ സമ്മതിച്ചു, ഫ്രൈഡേ വേണം എന്നവർ സമ്മതിച്ചു. നിങ്ങൾക്കിത് എങ്ങനെയാണ്? നിങ്ങൾക്ക് ഈ ഹോം ഡെലിവറി ഒക്കെ ഉണ്ടോ? ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഉണ്ട് എന്നാവർ. എവിടെയാണ് സാർ ലൊക്കേഷൻ എവിടെയാണ്? അതിൻ്റെ അടുത്ത് അവിടെയാണെങ്കിൽ നമുക്ക് സെറ്റാക്കാം. ഓക്കെ, ഗുഡ്. അതെന്താണ്? മിനി ക്ലോസിംഗ്. ഇതിൻ്റെ പേരാണ് ക്ലോസിംഗ് ത്രൂ ഔട്ട് ദ പ്രസന്റേഷൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കണം? ക്ലോസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത് ഇന്ന് പറയുന്നത് ഈ പറഞ്ഞു തരാൻ എളുപ്പമാണ്. ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ലോകത്തെ ഏറ്റവും മികച്ച സെയിൽസ് ട്രെയിനിങ് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ നടപ്പാക്കണം. അതിൻ്റെ പേരാണ് റോൾ പ്ലേ. എന്താണ്? നമ്മളുടെ സ്ഥാപനത്തിലെ നമ്മുടെ സ്റ്റാഫോ അല്ലെ നമ്മളോ മാനേജേഴ്സോ എന്താകുന്നു? ഒരാൾ കസ്റ്റമറും ഒരാൾ സെയിൽസുകാരനുമായിട്ട് അഭിനയിക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ലോകത്തെ ഏറ്റവും മികച്ച സെയിൽസ് ട്രെയിനിങ് റോൾ പ്ലേ. മനസ്സിലാവുന്നോ? റോൾ പ്ലേ. അപ്പം നമ്മുടെ മുന്നിലിരുന്ന് നമ്മുടെ സ്റ്റാഫ് നമ്മളോട് പ്രസൻറ്റേഷൻ എടുക്കാൻ നമ്മൾ പറയാം. നമ്മളൊരു കസ്റ്റമറെ പോലെ അവിടെ ഇരുന്ന് സംസാരിക്കും. അവർ പ്രസൻറ്റേഷൻ പറയുന്ന കൂട്ടത്തിൽ നമുക്ക് കൃത്യമായി മനസ്സിലാകും എന്തുകൊണ്ട് സെയിൽസ് നടക്കുന്നില്ല എന്ന്. ഇന്ന് തിങ്കളാഴ്ചയാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇന്ന് രാവിലെ മീറ്റിംഗ് എടുക്കുമ്പോൾ അത് ഫോണിലായിക്കോട്ടെ, ഓൺലൈൻ ആയിക്കോട്ടെ, നേരിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾ ഒരു കസ്റ്റമറായിട്ട് നിങ്ങളുടെ സെയിൽസുകാരുടെ ഏറ്റവും ബെസ്റ്റ് സെയിൽസുകാരൻ്റെ മുന്നിൽ ഒന്ന് ഇരുന്ന് നോക്കിക്കേ. അപ്പം നിങ്ങൾക്കറിയാം അവൻ പറയുന്ന മണ്ടത്തരങ്ങളും അവൻ വരുത്തുന്ന തെറ്റുകളും. ഏറ്റവും ബെസ്റ്റ് ആളിൻ്റെ കാര്യമാണ് പറഞ്ഞു എങ്കിൽ ഏറ്റവും വേസ്റ്റ് എന്തായിരിക്കും? എവിടെയാണ് നിങ്ങൾക്ക് സെയിൽസ് നഷ്ടപ്പെടുന്നത് എന്ന് ഇന്ന് കാണാൻ പറ്റും. എന്നിട്ടേ ആ ടോയ്ലറ്റിലോട്ട് കയറി കണ്ണാടിയുടെ അവിടെ നിന്നിട്ടെ കാരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിച്ചേക്കണം നമുക്ക് തന്നെ. എന്തിനാണെന്നോ? അസംഷൻ. നമ്മൾ ഊഹിച്ചിരിക്കുകയായിരുന്നു ഈ പൊട്ടന്മാരാ സെയിൽസ് കൊണ്ടുവരുമ്പോൾ എന്നും പറഞ്ഞ് നമ്മളിവിടെ കാത്തിരിക്കുന്നത്. അവൻ്റെ പ്രസൻറ്റേഷൻ ഒന്ന് കേട്ട് നോക്ക്, അപ്പോൾ അറിയാം. ഞാനെന്താ കഴിഞ്ഞ മാസം ഒരുത്തൻ നമ്മുടെ ഓഫീസിൽ വിളിച്ച് കളിയാക്കിക്കൊണ്ട് സുകന്യയുടെ അടുത്ത് ഫോണിൽ സംസാരിച്ചു. എനിക്ക് എന്തുകൊണ്ടാണ് അത് അഭിമാനത്തോടു കൂടി എടുത്ത് സോഷ്യൽ മീഡിയ മുഴുവൻ ഞാൻ ഷെയർ ചെയ്തു. എന്തേ? അതിന് താഴെ വന്ന കമൻറ്റുകൾ നോക്കുക. 2 ടൈപ്പ് കമൻ്റ് വന്നു. ഒന്ന് അവനെ പൊങ്കാലയിടുന്നത്, 2 ഇങ്ങനെ ഒരു സെയിൽസുകാരിയെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇവൻ കഴിവുള്ളവനാ. നമ്മുടെ ഹേറ്റേഴ്സ് പറഞ്ഞ കമൻ്റാ. അത് എങ്ങനെയാണ് അവരെ സൃഷ്ടിക്കാൻ പറ്റുന്നത്? അവരെന്താണ് കസ്റ്റമറോട് പറയുന്നത് എന്ന് കൃത്യമായി നമ്മൾ കേൾക്കണം. ഇതെന്നെ പഠിപ്പിച്ചത് എൻ്റെ സെയിൽസിൽ ഞാൻ ഇറങ്ങിയ സമയത്ത് എൻ്റെ കൂടെ നിന്നിരുന്ന 1 അജയ് പണിക്കറും 2 ചെന്നൈക്കാരൻ മാർട്ടിനും. ഇവർ ചെയ്തത്, ആദ്യം ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത്
ആദ്യം ചെയ്ത കാര്യം എന്ന് പറയുന്നത് എന്നെ കൂടെ കൊണ്ടുപോകും ആൻഡ് ദേ വിൽ ടേക്ക് ദ പ്രസന്റേഷൻ. അവർ ചെയ്തത് ഐ ഡു, അവർ ചെയ്യുമായിരുന്നു. രണ്ടാമത്തെ ടൈപ്പ് സമയം ഞാൻ കാര്യങ്ങൾ കുറച്ച് ഒരാഴ്ചയൊക്കെ പഠിച്ചു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പ്രസന്റേഷൻ എടുക്കാൻ തുടങ്ങി. അവർ തുടങ്ങും, ബാക്കി പറഞ്ഞുകൊട് എന്ന് പറയും. എന്നിട്ട് എൻ്റെ എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ അവർക്കും കയറി ഇടപെടാമല്ലോ. രണ്ടുപേരോടാണ് പ്രസന്റേഷൻ എടുക്കുന്നത്. മൂന്നാമത് എന്നിൽ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞപ്പോൾ ദേ ലീവ് ഇറ്റ് ടു മീ, യു ഡു, ഇനി നീ ചെയ്തോ. ആദ്യത്തതിൽ അവർ പ്രസന്റേഷൻ എടുക്കുന്നു, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. രണ്ടാമത്തതിൽ ഞാൻ പ്രസന്റേഷൻ എടുക്കുന്നു, അവരിങ്ങനെ ഇരിക്കുന്നു. മൂന്നാമത്തതിൽ ഞാൻ പ്രസന്റേഷൻ എടുക്കുന്നു, അവർ സ്ഥലത്തേ ഇല്ല. ഇത് തന്നെയാണ് എൻ്റെ ടീമിലും ഞാൻ ചെയ്യുന്നത്. വന്ന് കയറി അവരെ അങ്ങ് വിട്ടുകൊടുക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെ ട്രെയിനിങ് കൊടുത്തില്ല എങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്നറിയോ? ഇവർ വർക്ക് ചെയ്തിരുന്ന പഴയ കമ്പനിയിൽ എന്താണോ ഇവർ ചെയ്തുകൊണ്ടിരുന്നത്, അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, അതിവിടെ വന്ന് അവർ റിപ്പീറ്റ് ചെയ്യും. അത് നമ്മളുടെ സിസ്റ്റവുമായിട്ട് ഒട്ടും മാച്ച് ആവത്തില്ല. നിങ്ങളുടെ സെയിൽസുകാർ ക്ലോസിങ് ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് സെയിൽസ് അറിയില്ല എന്നുള്ളതാണ്. ഒരു സെയിൽസുകാരൻ അവൻ ക്ലോസർ ആണോ അതോ വാചകമടിക്കാരനാണോ എന്ന് അവൻ്റെ കൂടെ ഒരൊറ്റ പ്രസൻറ്റേഷനിൽ ഇരുന്നാൽ നമുക്കറിയാൻ പറ്റും. ഒറ്റ പ്രസൻറ്റേഷൻ ഈസ് ഇനഫ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് റോൾ പ്ലേ നടത്തുക. നിങ്ങളുടെ ബെസ്റ്റ് മറ്റുള്ളവർ കണ്ടോണ്ടിരുന്നോട്ടെ. നിങ്ങൾ കസ്റ്റമറായിട്ട് ഓരോ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുക. ഒരു പ്രസൻറ്റേഷൻ ആദ്യ സമയം പറയുക, ഇത്ര സമയമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന ആദ്യത്തെ സമയം മുഴുവൻ 20 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് ഇവൻ എടുക്കുന്നത്, ഇവൻ പ്രിപ്പയർഡ് സ്പീച്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവൻ 10 മിനിറ്റ് കമ്പനിയെക്കുറിച്ച് വർണ്ണിക്കാനെടുക്കും. ഇത് ആസ് എ കസ്റ്റമർ നമ്മൾ ശ്രദ്ധിക്കത്തേയില്ല. കാരണം എന്താ, വല്ല കമ്പനിയെക്കുറിച്ചും കേട്ടിട്ട് എനിക്കെന്ത്. അത് കഴിഞ്ഞുള്ള 10 മിനിറ്റ് അവൻ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയും. ലാസ്റ്റ് കിട്ടുന്ന ആ സമയം അവൻ നമ്മളെ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കും. ആദ്യത്തെ 20 മിനിറ്റ് എൻ്റെ അറ്റൻഷൻ നേടാൻ പറ്റാത്ത ഇവൻ എൻ്റെ അടുത്ത് ഓർഡർ ചോദിക്കുമ്പോൾ എന്തിനായി ഈ ഓർഡർ ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ല. വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ എനിക്കറിയില്ല. അത് പറഞ്ഞു തരാൻ അവൻ ഈ പറയുന്ന പീരീഡിൽ പറ്റിയിട്ടില്ല. അവൻ്റെ വിചാരം ഞാൻ പ്രസൻറ്റേഷൻ എടുത്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ അവസാനം എത്തുമ്പോൾ ഞാനെന്ത് പറയും, ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്, ഞാൻ വിളിക്കാം കേട്ടോ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇല്ലെങ്കിൽ നമ്മളെ ഡിഫെൻസീവ് മൂഡിലേക്കാക്കാൻ അവർ ഏറ്റവും എളുപ്പമുള്ള മാർഗം പറയുന്നത് യുവർ പ്രൈസ് ഈസ് ടു ഹൈ. ഇതെന്തിനാ പറയുന്നത്? ഇതിലൊരു തീരുമാനമാകാതെ ഇനി നമ്മൾ അവരെ തിരിച്ചു വിളിക്കത്തില്ലല്ലോ, ശല്യം ചെയ്യത്തില്ലല്ലോ. അവർ നിങ്ങളുടെ വില കൂടുതലാണെന്ന് പറയുന്നെങ്കിലോ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിലോ അതിൻ്റെ റീസൺ നിങ്ങൾ ഒരു ക്ലോസർ അല്ല എന്നുള്ളതാണ്. നിങ്ങളൊരു ക്ലോസർ ആണ് എങ്കിൽ ആ കോള് കട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ അവരെ ക്വാളിഫൈ ചെയ്യും, ഇല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ ചെയ്യും. ക്വാളിഫൈ ചെയ്യും അല്ലെ ഡിസ്ക്വാളിഫൈ ചെയ്യും. അവിടെ വെച്ചിട്ടാണ് അത് വരുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അപ്പം എന്താണ് ഈ മിനി ക്ലോസിങ്ങിന് വേണ്ടി ചെയ്യേണ്ടത്? അപ്പം 2 ടൈപ്പ് പ്രസൻറ്റേഷൻ പറഞ്ഞു. ഒന്ന് ക്ലോസിങ് ആഫ്റ്റർ ദ പ്രസൻറ്റേഷൻ, 3 ക്ലോസിങ് ത്രൂ ഔട്ട് ദ പ്രസൻറ്റേഷൻ. പിന്നെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന എൻ്റെ ശൈലിയുണ്ട്, അത് 3ാമത്തെ സ്റ്റൈൽ, ക്ലോസിങ് ബിഫോർ ദ പ്രസൻറ്റേഷൻ. പ്രസൻറ്റേഷന് മുന്നേ ക്ലോസ് ചെയ്യുക. ഇപ്പം തന്നെ ഇൻവെസ്റ്റേഴ്സ് ക്ലബിലേക്ക് 50 പേര് ജോയിൻ ചെയ്തു. ഇതുവരെ എന്താ ഇൻവെസ്റ്റേഴ്സ് ക്ലബ് എന്ന് അവരെന്നോട് ചോദിച്ചിട്ടുമില്ല, ഞാൻ അവരോടൊട്ട് പറഞ്ഞിട്ടുമില്ല. കാരണം എനിക്കറിയത്തില്ല എന്താ ഇൻവെസ്റ്റേഴ്സ് ക്ലബ്. അതിനി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. 50 പേര് ജോയിൻ ചെയ്തു. എങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണ്ടേ? നമുക്കൊരാശയം തോന്നുന്നു, ഈ പ്രൊഡക്റ്റ് കസ്റ്റമർക്ക് വേണ്ടതാണ് എന്ന് നമുക്ക് തോന്നുന്നു. ആദ്യം എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോകരുത്, സെല്ല് ചെയ്യണം. ആദ്യം വിൽക്കണം. വിൽക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കറിയാം കസ്റ്റമർ റേസ് ചെയ്യാൻ സാധ്യതയുള്ള ഒബ്ജെക്ഷൻസ് എന്തൊക്കെയാണ്. അതിനെയും കൂടെ കേട്ടുകൊണ്ട് ഇത് ആർക്കെങ്കിലും വേണമെന്ന് പറയുകയാണെങ്കിൽ മാത്രം, അത് മിനിമം ഇത്ര പേരെങ്കിലും പറയുകയാണെങ്കിൽ മാത്രം ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്താൽ മതി. ട്രയൽ എടുക്കേണ്ടത് നമ്മുടെ ഊഹത്തിലല്ല, മാർക്കറ്റിലാണ്. അതിന് ആദ്യം വിൽക്കാൻ ശ്രമിക്കണം, ദെൻ ഡെവലപ്പ് യുവർ പ്രൊഡക്റ്റ്. ഞാൻ ഇൻവെസ്റ്റേഴ്സ് ക്ലബ് അനൗൺസ് ചെയ്തിട്ട് പറഞ്ഞു, എന്താ നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഈ വർഷം മുഴുവൻ ഒന്നും ചെയ്തില്ല എന്ന് വരും.
ബട്ട് ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയണം, ആരൊക്കെ ഉണ്ട് അതിനെ ബേസ് ചെയ്ത് വേണം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ആ പ്രൊഡക്റ്റാണ് ഞാൻ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. 2023 കിങ് മേക്കേഴ്സ് അനൗൺസ് ചെയ്യുന്നത്, സെപ്റ്റംബറിൽ. 24 നവംബറിലാണ്, ഒരു വർഷം 1 മാസവും കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കിങ് മേക്കേഴ്സ് എന്ന് എനിക്ക് ക്ലാരിറ്റി കിട്ടുന്നതും കഴിഞ്ഞ വർഷമാണ്. 13 മാസത്തിന് ശേഷമാണ് ആ പ്രൊഡക്റ്റ് ശരിക്കും ഡെവലപ്പ് ആവുന്നത്. അതുവരെ ഞങ്ങൾ ഒരു പരീക്ഷണ ഘട്ടത്തിൽ കൂടി ഇങ്ങനെ പല കാര്യങ്ങളിൽ കൂടി പോവായിരുന്നു. സോ ക്ലോസിങ് ബിഫോർ ദ പ്രസന്റേഷൻ. അപ്പോൾ ഇന്നു മുതൽ നമുക്ക് വേണ്ട ഒരു കാര്യം റോൾ പ്ലേ. രണ്ടാമത്തെ കാര്യം, നമുക്ക് നമ്മുടെ ഓഫീസിൽ ഒരു ഡയറി വെക്കാൻ പറ്റണം. നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഇന്നു മുതൽ ഒരു ഡയറി വേണം. എല്ലാ സെയിൽസുകാരൻ്റെയും കയ്യിൽ ഒരു ഡയറി വേണം. ആ ഡയറിയുടെ പേരാണ് ഒബ്ജെക്ഷൻ ഡയറി. ഒബ്ജെക്ഷൻ ഡയറി. നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന സെയിൽസ് ഡയറി എന്താണ്? ഇപ്പോൾ സെയിൽസ് റിപ്പോർട്ട് എന്താണ്? ഏതൊക്കെ കസ്റ്റമർ യെസ് പറഞ്ഞു, അല്ലേ? ഒബ്ജെക്ഷൻ ഡയറി എന്താണെന്നറിയോ? ഏതൊക്കെ കസ്റ്റമർ നമ്മളുടെ അടുത്തുനിന്ന് വാങ്ങിക്കാതെ പോകുന്നു, അവരെന്തുകൊണ്ട് വാങ്ങിക്കാതെ പോയി? വാട്ട് വാസ് ദെയർ പ്രൈമറി ഒബ്ജെക്ഷൻ? അവര് വാങ്ങിക്കാത്തതിന്റെ നമ്പർ 1 റീസൺ എന്ത് എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കണം. സാർ മേടിക്കണ്ട, പക്ഷെ എന്തായിരുന്നു സാർ റിയൽ റീസൺ? ഇത് എഴുതിയല്ലാതെ ഒരു എൻക്വയറി ക്ലോസ് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട് അവർ വാങ്ങിക്കാതെ പോയി? ഇപ്പൊ എഴുതുന്നതെല്ലാം വാങ്ങിച്ചവരുടെ കാര്യമല്ലേ, എന്തുകൊണ്ട് വാങ്ങിക്കാതെ പോയി? അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്ലയന്റ് ഇന്ന കാരണത്താൽ വാങ്ങിക്കാതെ പോയി, രണ്ടാമത്തെ ക്ലയന്റ് ഇന്ന കാരണത്താൽ വാങ്ങിക്കാതെ പോയി, മൂന്നാമത്തെ ക്ലയന്റ് ഇന്ന ഒബ്ജെക്ഷൻ കാരണം വാങ്ങിക്കാതെ പോയി, നാലാമത്തെ ആള് ഇന്ന ഒബ്ജെക്ഷൻ കാരണം വാങ്ങിക്കാൻ പോയി. ഇങ്ങനെ 50 ക്ലയൻസ് നോ പറഞ്ഞവരുടെതൊന്ന് എഴുതി നോക്കിക്കേ. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ ഒരു കസ്റ്റമർ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന്റെ റീസൺ ഇതെല്ലാം പറയുന്നത് 3 അല്ലെങ്കിൽ 5, 3നും 5നും ഇടയ്ക്ക് ഒബ്ജെക്ഷൻസേ ഉള്ളൂ ഈ ലോകത്ത് ഒരു പ്രൊഡക്റ്റിനും സർവീസിനും ലഭിക്കാൻ. നമുക്ക് വരുന്ന എല്ലാ നോയും കൂടെ എടുത്തു നോക്കുക, എന്നിട്ട് എന്തുകൊണ്ട് ഇവർ നോ പറഞ്ഞു എന്ന് അനലൈസ് ചെയ്യുക. ദെൻ യു ക്യാൻ ഫൈൻഡ് എല്ലാ കസ്റ്റമേഴ്സും നോ പറയുന്നത് 1, 2, 3, 4, മാക്സിമം പോയ 5 ഒബ്ജെക്ഷൻ. അതിൻ്റെ അപ്പുറത്തോട്ട് ഒരു ഒബ്ജെക്ഷൻ ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? സെന്തിലിന്റെ സോളാർ എന്തുകൊണ്ട് കസ്റ്റമർ വേണ്ട എന്ന് പറയുന്നു. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒബ്ജെക്ഷൻ 1 അത് കിട്ടി, ഒബ്ജെക്ഷൻ 2 അത് കിട്ടി, ഒബ്ജെക്ഷൻ 3 അതും കിട്ടി. 3 റീസൺ ആണ് പല കസ്റ്റമേഴ്സ് പല രീതിയിൽ പറയുന്നത്. 1 പ്രൈസ് കൂടുതലെന്നായിരിക്കും, 2 അത് നിങ്ങളുടേത്. ഞാനൊന്നും എക്സാമ്പിൾ പറയുന്നില്ല, അത് നിങ്ങളുടേത് എന്നുള്ളത് നോക്കുക. ഇപ്പൊ കോമൺ ആയിട്ട് വരുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. യുവർ പ്രൈസ് ഈസ് ടു ഹൈ, നിങ്ങളുടെ വില കൂടുതലാണ്. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? അവരുടെ ഒബ്ജെക്ഷൻ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മുടെ പ്രസന്റേഷൻ നടക്കുന്ന സമയത്ത്, ഇതാണ് നമ്മുടെ പ്രസന്റേഷൻ. ഓക്കെ, പ്രസന്റേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് 2 രീതിയിൽ കസ്റ്റമറെ അടുത്ത് ഡീൽ ചെയ്യാൻ പറ്റും. 2 രീതിയിൽ പ്രസന്റേഷൻ എടുക്കാൻ പറ്റും ഈ ഒബ്ജെക്ഷൻ ഹാൻഡ്ലിങ്ങുമായി ബന്ധപ്പെട്ട്. ഒന്നാമത്തതിൻ്റെ പേരാണ് യു ക്യാൻ ഓവർകം ദ ഒബ്ജെക്ഷൻ. യു ക്യാൻ ഓവർകം ഒബ്ജെക്ഷൻ. കസ്റ്റമർ ഒരു ഒബ്ജെക്ഷൻ പറയുന്നു, നമ്മൾ അതിന് വിശദീകരണം കൊടുക്കുന്നു. ഇതാണ് ഒന്നാമത്തെ. അപ്പം കസ്റ്റമർ ഇങ്ങോട്ട് പറയാണ്, അത് വില ഭയങ്കര കൂടുതൽ, അത് സാറേ ഞങ്ങളുടെ വില കൂടാനുള്ള കാരണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. അല്ലെങ്കിൽ കസ്റ്റമർ വേറെ എന്തെങ്കിലും ഒരു ഒബ്ജെക്ഷൻ പറയുന്നു, അതിന് നമ്മൾ നമ്മുടെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. നിങ്ങളുടെ കമ്പനി പുതിയതാണല്ലോ, നിങ്ങൾക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ, ഇത് കസ്റ്റമർ റേസ് ചെയ്യാൻ സാധ്യതയുള്ള രണ്ടാമത്തെ ഒരു ഒബ്ജെക്ഷൻ ആണെന്ന് ഇരിക്കട്ടെ. എന്ത് ചെയ്യുക? അവരത് പറയുന്നു, നമ്മൾ അതിനെ ഓവർകം ചെയ്യുന്നു. ഇതാണ് എല്ലാ സെയിൽസുകാരും ഫോളോ ചെയ്തു വരുന്ന ഒരു മെത്തേഡ്. ഏത്? ഓവർകമ്മിങ് ഒബ്ജെക്ഷൻ. നമ്മൾ പിടിക്കേണ്ടത് ഹിപ്നോട്ടിക് സെല്ലിംഗ് ആണ്. ഹിപ്നോട്ടിക് സെല്ലിങ്ങിൽ ഈ കസ്റ്റമർ ഒബ്ജെക്ഷൻ പറയുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്നറിയോ? കസ്റ്റമർ വേണ്ട 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 എന്ന് അവൻ്റെ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇവന്റെ ബ്രെയിൻ്റെ അകത്ത് റെഡ് കത്തിക്കൊണ്ടിരിക്കുക, നോ നോ നോ. അപ്പം ഓൾറെഡി റെഡ് വരും. ഇവൻ ഒരു ഒബ്ജെക്ഷൻ പറയുമ്പോൾ നിങ്ങളുടെ വില കൂടുതലാണ് എന്ന് അവന്റെ നാക്കേ വന്നാൽ അത് ബ്രെയിനിൽ വന്നു എന്നാണ് അർത്ഥം. കാരണം ബ്രെയിനിൽ വന്നതാണ് ഇവന്റെ നാക്കിൽ കൂടി പുറത്തേക്ക് വരുന്നത്.
അവിടെ എന്ത് സംഭവിക്കും? വില കൂടുതലാണ് എന്ന് ബ്രെയിന് തോന്നിയാൽ അപ്പോൾ ബ്രെയിൻ്റെ അകത്ത് റെഡ് കത്തും. ഇനി നമ്മളുടെ മിടുക്കെന്ന് പറയുന്നത് ഈ റെഡ് മായ്ച്ചിട്ട് അവിടെ ഗ്രീൻ ആക്കണം. അതാണ് സെയിൽസുകാരുടെ മിടുക്ക്. ഈ റെഡ് മായ്ച്ചിട്ട് അവിടെ ഗ്രീൻ ആക്കണം. പകരം മിടുക്കരായ സെയിൽസുകാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം ഹിപ്നോട്ടിക് സെല്ലിംഗ്. ഹിപ്നോട്ടിക് സെല്ലിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കസ്റ്റമർ ഒബ്ജക്ഷൻ പറയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കത്തില്ല. നമ്മൾ എന്താണ് അവിടെ ചെയ്യുന്നത്? നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പ്രസന്റേഷനിലേക്ക് പോകും. അതാണ് ബ്ലോക്കിംഗ് ദ ഒബ്ജക്ഷൻ. ബ്ലോക്കിംഗ് ദ ഒബ്ജക്ഷൻ. എൻ്റെ ഓഫീസിലേക്ക് വിളിക്കുന്ന ഒരാൾ, സർ പ്രീമിയം സെല്ലിംഗ് സീക്രട്ട്, അല്ലെങ്കിൽ ഓഫീസിലേക്ക് നിങ്ങളുടെ പ്രീമിയം സെല്ലിംഗ് സീക്രട്സ് 11-ാം തീയതി ദുബൈയിൽ, കൊച്ചിയിലുണ്ടല്ലോ 15-ാം തീയതി, എങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്? എവിടുന്ന് നമുക്കറിയാം? അവരിങ്ങോട്ട് പറയാൻ പോകുന്നത് ഇത്രയും ഫീസോ എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ബ്ലോക്ക് ദ ഒബ്ജക്ഷൻ. പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ അങ്ങോട്ട് കയറിയടിക്കും. എന്ത്? നമ്മൾ പ്രസന്റേഷൻ തുടങ്ങി, സാറേ പ്രീമിയം സെല്ലിംഗ് സീക്രട്ട് എന്ന് പറയുന്നത് ഒക്ടോബർ 15-ാം തീയതി കൊച്ചിയിലാണ് നടക്കുന്നത്. കൊച്ചിയിൽ രാവിലെ 9 തൊട്ട് രാത്രി 9 മണി വരെയാണ്. ദുബൈയിലും സൗദിയിലും ഉണ്ട്. സാറ് കൊച്ചിയിലല്ലേ? അതെ സാറേ. പിന്നെ അറിയാവുന്നതുപോലെ അനിൽ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയമാണ്. സാറ് പഠിപ്പിക്കുന്നതും പ്രീമിയമാണ്, സാറിൻ്റെ ബിസിനസ്സും പ്രീമിയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് പ്രീമിയം ആയിരിക്കും. അത് സാറിന് ഓൾറെഡി അറിയാമല്ലോ. എന്തുകൊണ്ടാണെന്ന് അറിയാലോ അനിൽ സാർ അങ്ങനെ ചെയ്യുന്നത്. കാരണം വില കൂട്ടി വിൽക്കാൻ പഠിപ്പിക്കുന്ന ആള് വില കുറച്ച് വിൽക്കുന്നത് ശരിയല്ലോ. ഇവിടെ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ പ്രസന്റേഷൻ തുടങ്ങുന്നു. ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഒബ്ജക്ഷൻസ് ഏത് എന്ന് നമുക്കറിയാം അല്ലേ? ഒബ്ജക്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഇപ്പൊ 4 ഒബ്ജക്ഷൻസ് ആണ് കോമൺ ആയിട്ടുള്ളത് എന്നിരിക്കട്ടെ. നമ്മുടെ പ്രസന്റേഷൻ തുടങ്ങുന്നു. ഫോണിലായിക്കോട്ടെ, നേരിട്ടായിക്കോട്ടെ. ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ആദ്യം നമുക്ക് വന്നിരിക്കുന്ന ഒബ്ജക്ഷൻ ഏത് എന്നുള്ളത് നോക്കുക. പ്രസന്റേഷൻ തുടങ്ങി ഒരു 15 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ഒബ്ജക്ഷൻ അങ്ങോട്ട് പറയണം. കസ്റ്റമർ പറഞ്ഞിട്ടല്ല, നമ്മൾ അങ്ങോട്ട് ഉന്നയിക്കുകയാണ്. സാറേ സംഭവമൊക്കെ ശരിയാണ്, പക്ഷേ സാറിന് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ റേറ്റ് ഇത്തിരി കൂടുതലാണ്. സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചോണം, എഴുതിയെടുത്തു. സാറേ സാറിന് അറിയാവുന്ന പോലെ നമ്മുടെ റേറ്റ് ഇത്തിരി കൂടുതലാണ്. അത് എന്തുകൊണ്ടാണെന്ന് അറിയണോ? ഇങ്ങനെ തന്നെ ചോദിക്കണം. എന്തുകൊണ്ടാണ് എന്നറിയണോ? അറിയണോ എന്ന് ചോദിക്കണം. ഏതൊരു മനുഷ്യനും ഒരു കാര്യം അറിയണോ എന്ന ചോദ്യം ചോദിച്ച് നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ യെസ് പറയും. ഈ യെസ് എന്താണ്? നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഒരു പ്രൈസ് കൂടുതലാണ് എന്ന് കസ്റ്റമർ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ അവൻ്റെ ബ്രെയിൻ്റെ അകത്ത് എന്തായി? റെഡ് കത്തി. ഇനി നമ്മളത് ഗ്രീൻ ആക്കണം. അതേസമയം ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? ഇവിടെ അവൻ്റെ ബ്രെയിൻ്റെ അകത്ത് റെഡ് വരാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. പകരം നമ്മുടെ വില കൂടുതലാണെന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് എന്താ ചോദിക്കുന്നത്? എന്തുകൊണ്ടാണെന്ന് അറിയണോ? അപ്പൊ അവൻ എന്താ പറയുന്നത്? യെസ്. യെസ് പറയുമ്പോൾ ഈ ബ്രെയിൻ അറിയത്തില്ല എന്തിനു വേണ്ടിയിട്ട് യെസ് പറഞ്ഞത് എന്ന്. പറഞ്ഞ മനസ്സിലായോ? അവനായിട്ട് ആ ഒബ്ജക്ഷൻ പറയുകയാണെങ്കിൽ അവൻ്റെ ബ്രെയിനിൽ റെഡ് കത്തും. നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ട് പറയട്ടെ എന്ന് ചോദിച്ച് അവനെ കൊണ്ട് യെസ് പറയിപ്പിച്ചാൽ അവിടെ ഗ്രീൻ കത്തും. മനസ്സിലാവുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു 4 ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ കാര്യം പഠിച്ചിരുന്നു. ആദ്യം എന്താ പഠിച്ചേ? സ്കിൻ ക്വസ്റ്റ്യൻ അല്ലേ? സ്കിൻ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരു കസ്റ്റമർ ഇങ്ങോട്ട് വന്ന് കയറുന്നു, അല്ലെങ്കിൽ കസ്റ്റമർ വിയർത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ പറയാം ഭയങ്കര ചൂടായിരുന്നല്ലേ സാർ? ഓ യെസ്, ഒരു രക്ഷയില്ലാത്ത ചൂട്. ഇവിടെ എന്താ? കസ്റ്റമർ ഒരു എസ് പറഞ്ഞു. ഭയങ്കര ചൂട്. ഭയങ്കര മഴയായിരുന്നല്ലേ സാർ? ഒരു രക്ഷയില്ല, ഭയങ്കര മഴ. ഏതെങ്കിലുമൊക്കെ രീതിയിൽ കസ്റ്റമേഴ്സിനെ കൊണ്ട് യെസ് പറയിപ്പിച്ചുകൊണ്ടേയിരിക്കണം. തുടക്കം തൊട്ട് കസ്റ്റമേഴ്സിനെ കൊണ്ട് യെസ് പറയിപ്പിച്ചുകൊണ്ടേയിരിക്കണം. യെസ് പറയും തോറും എന്തുണ്ടാകും? അവരുടെ ബ്രെയിനിൽ ഗ്രീൻ കത്തിക്കൊണ്ടേയിരിക്കും. ഗ്രീൻ, യെസ് 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 യെസ്. അവരുടെ ഉള്ളിൽ നോ വരരുത്. നോ വന്നാൽ അത് റെഡാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമറുടെ നാക്കേൽ ജനറലായിട്ട് വരുന്ന ഒരു ഒബ്ജക്ഷന് വരാൻ നമ്മൾ സമ്മതിക്കരുത്. അതിനു മുന്നേ അങ്ങോട്ട് പറയണം.
ഞാൻ കിങ്സ് ക്ലബിന്റെ ക്ലോസിങ് നമ്മുടെ വൺ ഡേ പ്രോഗ്രാമിലൊക്കെ നടത്തുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ ഇരിക്കുന്ന പ്രോസ്പെക്റ്റിന്റെ ഉള്ളിൽ വരുന്ന ചോദ്യം അവന്റെ തലയിൽ വരുന്നതിന് മുന്നേ ഞാൻ അങ്ങോട്ട് പറയും. അപ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രത്യേകത എന്താണെന്നറിയോ? അവിടെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം എന്താണെന്നറിയോ? എടാ, ഇത് ഞാൻ സാധാരണ എല്ലാവരും ഇത് മറച്ചു വെക്കും, വില കൂടുതൽ. ഇവൻ ഇങ്ങോട്ട് പറയും, ഇവൻ ഇങ്ങോട്ട് പറയും. അവിടെ എന്തുണ്ടായി? കസ്റ്റമർ നമ്മളെ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങും. വിശ്വാസം. മനസ്സിലാവുന്നോ? സോ സൈക്കോളജി പറയുന്നത് ഒരു പ്രസന്റേഷന്റെ ഇടയ്ക്ക് എന്തെങ്കിലും പുല്ല് പറഞ്ഞ് കസ്റ്റമറെ കൊണ്ട് 7 യെസ് പറയിപ്പിക്കണം എന്നുള്ളതാണ്. മിനിമം 7 യെസ് കസ്റ്റമേഴ്സിനെ കൊണ്ട് പറയിപ്പിക്കണം. അത് മഴയുടെ കാര്യം പറഞ്ഞാലും വെയിലിന്റെ കാര്യം പറഞ്ഞാലും ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിയാലും അവനെ സൂപ്പിച്ചിട്ടാണെങ്കിലും ശരി, യെസ് 7 എണ്ണം പറയിപ്പിക്കണം. അതിന് കുറച്ചുകൂടെ അങ്ങോട്ട് കഴിയുമ്പോഴത്തേന് ഈ യെസ് സ്ട്രോങ് ആയി വരും. സാറേ, ഞങ്ങളുടെ വില കൂടുതലാണ്, അത് എന്തുകൊണ്ടാണെന്ന് സാറിന് അറിയണോ? യെസ് എനിക്കറിയണം. എന്താ അത്? സാറേ, ഞങ്ങൾ പുതിയ കമ്പനിയാണ്, എന്നാലും ഞങ്ങളുടെ അടുത്തു നിന്നാണ് ആളുകൾ എടുക്കാൻ പ്രിഫർ ചെയ്യുന്നത്, എന്തുകൊണ്ടാണെന്ന് സാറിന് അറിയണോ? പറയരുത് ഉത്തരം. ചോദിച്ച് അവിടെ നിർത്തണം. അവൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ഏതവനും പറയും അറിയണം എന്നേ പറയത്തുള്ളൂ. ഇൻഡയറക്ട്ലി നമ്മൾ അവരെ കൊണ്ട് യെസ് പറയിപ്പിക്കുക. സാധാരണ ഒരു ഒബ്ജക്ഷൻ വരുമ്പോൾ ബ്രെയിൻ്റെ അകത്ത് റെഡ് വരേണ്ടതാണ്. ഇവിടെ ഒരു ഒബ്ജക്ഷൻ നമ്മൾ അങ്ങോട്ട് റേസ് ചെയ്യുമ്പോൾ കസ്റ്റമറുടെ ഉള്ളിൽ ഗ്രീൻ കത്തും. ഹിപ്നോട്ടിക് സെല്ലിംഗ് എന്താണ് എന്ന് പഠിക്കണം. ഇത് ബയ്യറുടെ ബ്രെയിൻ, ഇത് സെല്ലറുടെ ബ്രെയിൻ. ബയ്യർ ആൻഡ് സെല്ലർ. ഒരു കസ്റ്റമറുടെ ബ്രെയിൻ 3 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പാർട്ടിന്റെ പേരാണ് ഫിയർ സെന്റർ. ഫിയർ സെന്റർ. ഫിയർ മീൻസ് പേടി. അപ്പം നമ്മൾ എന്തിനാണ് നിങ്ങളോട് ഞാൻ ഇപ്പം നിങ്ങളുടെ ഒരു പരസ്യം കാണുന്നു, ഒരു സ്ലൈഡ് ആയിക്കോട്ടെ, ഒരു പരസ്യം ആയിക്കോട്ടെ, അവർ കാണും. കണ്ടു കഴിയുമ്പോൾ ഈ കസ്റ്റമറുടെ ഉള്ളിൽ ആദ്യം വരുന്നത് പേടിയാണ്. ഇതാരാ ഇത്? ഇതൊരു നമ്മൾ പറ്റിക്കുമോ? ഇത് പറ്റീരായിരിക്കുമോ? ആദ്യം ഈ കസ്റ്റമറുടെ ഉള്ളിലെ പേടി മാറ്റണം. പേടി മാറ്റാൻ ഒറ്റ മാർഗേ ഉള്ളൂ, ബിൽഡ് ട്രസ്റ്റ്. എന്തുകൊണ്ടാകണം? വിശ്വാസം ഉണ്ടാകണം. എന്തിലൊക്കെയാണ് ഒരു കസ്റ്റമർക്ക് വിശ്വാസം വരണ്ടേന്നറിയോ? 3 കാര്യങ്ങളിലാണ് വിശ്വാസം വരണ്ടേ. ആദ്യം ഈ പ്രൊഡക്റ്റ് വിൽക്കാൻ ശ്രമിക്കുന്ന എന്നെ, ഈ സെല്ലറിനെ ആർക്ക് വിശ്വാസം വരണം? ഈ കസ്റ്റമർക്ക് വിശ്വാസം വരണം. സോ ആദ്യത്തെ ട്രസ്റ്റ് വരേണ്ടത് യു ദ സെല്ലർ. ആരാണോ വിൽക്കാനിരിക്കുന്നത്, ഇപ്പം ചാന്ദിനിയാണ് വിൽക്കാനിരിക്കുന്നെങ്കിൽ ചാന്ദിനിയിൽ വിശ്വാസം വരണം. അഖിലാണെങ്കിൽ അഖിലിൽ വിശ്വാസം വരണം. അവിടെയാണ് ഈ വിൽക്കാനിരിക്കുന്ന ആളിന് പ്രൊഡക്റ്റ് നോളജ് വേണം എന്ന് പറയുന്നത്. ആ വിൽക്കാനിരിക്കുന്ന ആളിന് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയത്തില്ലെങ്കിൽ, കസ്റ്റമർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുക്കാൻ ഇവർക്ക് പറ്റുന്നില്ലെങ്കിൽ, ഞാൻ സാറിനോടൊന്ന് ചോദിച്ചിട്ട് ഇപ്പൊ വിളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് മനസ്സിലായി? ഈ വിളിച്ചിരിക്കുന്ന ആളിന് ഇതിനെക്കുറിച്ച് വലിയ പിടിപാടില്ല. അവിടെ എന്തുണ്ടാകും? ആ സംസാരിക്കുന്ന ആളിലുള്ള ട്രസ്റ്റ് പോകും. ഒരു എക്സാമ്പിൾ പറയാം. ഇനി നിങ്ങൾ നേരിട്ട് ചെല്ലുന്ന ഒരു സിനാരിയോ, ഇവനാ നമ്മുടെ പ്രൊഡക്റ്റ് അടിപൊളിയാക്കി നമ്മൾ ഓഫറൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ അടിപൊളി പ്രസന്റേഷൻ ഇവനെ പഠിപ്പിച്ച് അങ്ങോട്ട് വിട്ടു. പക്ഷെ ഇവൻ 10 മണിക്ക് ചെല്ലാവുന്ന കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞ് ഇവൻ ചെന്നപ്പോൾ 10:30 ബ്രെയിൻ എന്ത് പറയും? കസ്റ്റമറുടെ ബ്രെയിൻ കസ്റ്റമറോട് എന്ത് പറയും? വിശ്വസിക്കേണ്ട ഇവൻ ഇപ്പൊ തന്നെ ലേറ്റാ. പ്രൊഡക്റ്റ് തരുന്നതിന് മുന്നേ ഇവൻ ലേറ്റാ. ഈ കണക്കിന് ഇവന്റെ കയ്യിൽ നിന്ന് മേടിച്ചെന്തായിരിക്കും? വേണ്ട പറഞ്ഞുവിട് ഇവനെ. ഇനി ഇവൻ പ്രസന്റേഷൻ എടുത്താലും കസ്റ്റമർ ഉത്തരം നോ ആയിരിക്കും. ഇവൻ ഇവിടെ വന്നിട്ട് എന്ത് പറയും? കസ്റ്റമർ പറഞ്ഞു വില കൂടുതലാണെന്ന്. സത്യത്തിൽ ഇവിടെ ഈ കസ്റ്റമർ റിജക്ട് ചെയ്തത് ആ പ്രൊഡക്റ്റിനെ അല്ല, പ്രൈസിനെ അല്ല, സർവീസിനെ അല്ല, ഇവനെയാണ്. ഇനി ഇവൻ കറക്റ്റ് സമയത്ത് ചെന്നു. കയറുന്നതിന് മുന്നേ ഇവൻ ഒരു സിഗരറ്റ് വലിച്ചിട്ടാ ചെന്നിരിക്കുന്നത്. ഈ സിഗരറ്റിന്റെ സ്മെല്ലെന്ന് പറയുന്നത് ബയ്യർക്ക് ഇഷ്ടമേ അല്ല. ബയ്യറുടെ അടുത്ത് ബ്രെയിൻ എന്ത് പറയും? ഇറക്കിവിട് ഇവനെ, വിട് ഇവനെ, എന്തൊരു വാടയാ ഇവനെ ഇറക്കിവിട്. ഇവൻ കൃത്യമായി ഗ്രൂം ചെയ്യാതെ അയൺ ചെയ്യാത്ത ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ടാണ് അവിടെ ചെന്നിരിക്കുന്നത്. ഇവന്റെ കോലം കണ്ടില്ലേ? ഇറക്കി വിടന്ന് ഇവനെ. നിങ്ങൾക്ക് എത്ര സെയിൽസ് നിങ്ങളുടെ സെയിൽസുകാർ കാരണം നഷ്ടപ്പെടുന്നുണ്ടെന്നറിയോ? ഇതൊക്കെ ഞാൻ പറഞ്ഞെന്തിനാണെന്നറിയോ? മിഥുൻ ഇവിടെ ഷർട്ട് ഇടാതിരുന്ന സമയത്ത് ഞാൻ പോയി ഷർട്ട് ഇടാൻ പറഞ്ഞു. ഞാൻ എന്തിനാണ് രാവിലെ ഓഫീസിൽ പോണ്ടെങ്കിൽ പോലും ഞാൻ വെൽ ഗ്രൂംഡ് ആയിട്ട് ഇരുന്നിട്ടേ ഞാൻ എൻ്റെ കസ്റ്റമറോട് സംസാരിക്കും. ഞാൻ എഴുന്നേറ്റ് നിന്നേ സംസാരിക്കും. കാരണം ആദ്യം എൻ്റെ കസ്റ്റമർക്ക് വിശ്വാസം വരേണ്ടത് എന്നെയാണ്. എന്നിലാണ് വിശ്വാസം വരട്ടെ.
ആ എന്നിൽ വിശ്വാസം വരണമെങ്കിൽ ഞാൻ ഇരുന്ന് സംസാരിക്കുന്ന സ്ഥലത്ത് ഒരു ബഹളം കേൾക്കാൻ പാടില്ല. ഞാൻ ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ് എന്ന് കസ്റ്റമർക്ക് ഫീൽ ചെയ്യണം. എന്നെ കണ്ടാലും കണ്ടില്ലെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന്, എൻ്റെ നാക്കിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കിലും പ്രൊഫഷണലിസം ഉണ്ടായിരിക്കണം. ഞാൻ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും മനസ്സിലാവുന്നതായിരിക്കണം. ഞാൻ ഭയങ്കര സംഭവമായിട്ട് നിന്ന് ടെക്നിക്കൽ ടേംസ് ഒക്കെ പറയാണ്, ആ കസ്റ്റമർക്ക് എന്നിൽ വിശ്വാസം വരത്തില്ല. എനിക്കൊന്നും മനസ്സിലായില്ല ആ പയ്യൻ പറഞ്ഞ്. ഇത് കഴിഞ്ഞു വേണം മുന്നോട്ടേക്ക് പോകാൻ. പ്രസന്റേഷന്റെ തുടക്കം തന്നെ ആ വിൽക്കാൻ ശ്രമിക്കുന്ന ആളിൽ വിശ്വാസമില്ലെങ്കിൽ തീർന്ന്. നിങ്ങൾ ലേറ്റായാൽ, നിങ്ങളുടെ സിഗരറ്റ് വലിച്ചാൽ, നിങ്ങൾ കള്ളം പറഞ്ഞാൽ, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് നോളജ് ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയത്തില്ലെങ്കിൽ, നിങ്ങൾക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ കസ്റ്റമർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കോ കൃത്യമായ മറുപടി ഇല്ലെങ്കിൽ, സത്യസന്ധമായി പറഞ്ഞേക്കാം, അതെനിക്കറിയില്ല സാർ, ഞാൻ ചോദിച്ചിട്ട് പറയാം, ഞാൻ തിരക്കിയിട്ട് പറയാം എന്ന് തന്നെ പറയണം. കസ്റ്റമറുടെ അടുത്ത് കിടന്ന് ഉരുളരുത്. കാരണം നിങ്ങളെക്കാൾ കൂടുതൽ പഠിച്ചിട്ടായിരിക്കും കസ്റ്റമർ വന്നത്. അതുകൊണ്ടാണ് ഞാൻ സെയിൽസിൽ നിൽക്കുന്ന സമയത്ത് ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും ശരി, ആ ഇൻഡസ്ട്രിയുടെ എക്സിബിഷൻ എവിടെ നടത്തിയാലും കമ്പനി ചെലവിലല്ല, എൻ്റെ ചെലവിൽ ഞാൻ അവിടെ പോകും. എന്തിനു വേണ്ടിയാ? ആ എക്സിബിഷനിൽ എനിക്ക് ഈ എൻറ്റയർ മാർക്കറ്റിലെ കസ്റ്റമേഴ്സിനേക്കാൾ കൂടുതൽ അറിവ് കിട്ടാനുള്ള സാധനങ്ങൾ അവിടെ ഉണ്ട്. ഞാൻ പോയി പഠിക്കും. എന്നിട്ട് ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് അത് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ഞാൻ ഇന്നടുത്ത് പോയി. അപ്പം ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്താണ്? കസ്റ്റമർക്ക് എന്നിൽ വിശ്വാസം ഉണ്ടാവും. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. എന്നെ പേഴ്സണലി അറിയാവുന്നവർക്കറിയാം, ഒരു വഴിക്ക് പോകണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ, എനിക്ക് ഒരു സ്ഥലത്ത് ഞാൻ ഇത്ര മണിക്ക് ചെല്ലാമെന്ന് അവരോട് കമ്മിറ്റ് ചെയ്താൽ 5 മിനിറ്റ് മുന്നേ എനിക്ക് അവിടെ എത്തിയിരിക്കണം. ഇന്നും അത് സെയിൽസിലെന്നല്ല, എൻ്റെ ജീവിതത്തിൽ തന്നെ. ഞാനൊരു സിനിമയ്ക്ക് പോയാൽ പോലും 3:30 ഫിലിമെങ്കിൽ എനിക്ക് 3:25 അവിടെ എത്തിയിരിക്കണം. അത് അന്ന് സെയിൽസിൽ നിന്നപ്പോൾ തൊട്ടുള്ള എൻ്റെ സ്വഭാവമാണ്. എനിക്ക് നേരത്തെ ചെന്നേ പറ്റൂ. നിങ്ങളുടെ എത്ര സെയിൽസുകാർ ഡിസിപ്ലിൻഡായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? ഞാൻ ഒരാളോട് 10 മണിക്ക് വിളിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ 9:59 വിളിച്ചിരിക്കും. അതിന് 1 മണിക്കൂർ മുന്നേ അവരെ അറിയിച്ചിരിക്കും 10 മണിക്കാണേ നമ്മുടെ അപ്പോയിൻമെന്റ് എന്ന്. ഞാൻ ഒരിടത്തേക്ക് പോകുന്നു, അവിടെ ചെല്ലാൻ 15 മിനിറ്റ് ലേറ്റ് ആകുന്നെങ്കിൽ അവരെ നേരത്തെ വിളിച്ചിട്ട് ഞാൻ പറയും, വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അരമണിക്കൂർ മുന്നേ, അല്ല 1 മണിക്കൂർ മുന്നേ ഞാൻ പറയും 15 മിനിറ്റ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരിടത്ത് പോയി, വൈകിട്ട് ഞാനും ഫാമിലിയും കൂടാണ് പോയത്. അവിടെ 4 മണിക്ക് ചെല്ലാമെന്നാണ് പറഞ്ഞത്. എനിക്ക് മനസ്സിലായി ഇവിടെ റെഡി ആവുന്നതേ ഉള്ളൂ. 3:35 ഇവിടുന്ന് ഇറങ്ങുന്നത്. ഞാൻ 3:30 ഇവിടുന്ന് അയാൾക്ക് മെസ്സേജ് അയച്ചു, ഞങ്ങളൊരു 10 മിനിറ്റ് ലേറ്റ് ആകും കേട്ടോ. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്ന് 4:30 വരെ അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലും ഞാൻ ഹാപ്പിയാണ്. കാരണം ഒരാൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ അതുകൊണ്ടാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ ഉള്ള ദിവസം, ഇപ്പം ദുബായ് പ്രോഗ്രാം നടക്കുമ്പോൾ ഞാൻ ഇവിടെ താമസിക്കുന്നത്. എനിക്ക് രാവിലെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ മതി. പക്ഷെ ഞാൻ മുമ്പത്തെ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് മുന്നേ എവിടെയാണെങ്കിലും, ഈ ലോകത്ത് എവിടെ ട്രെയിനിങ് വെച്ചാലും മുമ്പത്തെ ദിവസം ഞാൻ അവിടെ എത്തും. എന്തിനാ? എനിക്ക് 1 മിനിറ്റ് ലേറ്റ് ആവാൻ പാടില്ല. കോഴിക്കോട് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഞാൻ 2 മണിക്കൂർ ലേറ്റ് എന്നല്ല, ഞാൻ 2 ദിവസം മുന്നേ അവിടെ എത്തിയിരുന്നു. 21-ാം തീയതി ഉച്ചയ്ക്ക് 1:30 പ്രോഗ്രാമിന് 19-ാം തീയതി വൈകിട്ട് 8 മണിക്ക് അവിടെ എത്തിയതാണ് ഞാൻ. അതാണ് അനിൽ. ഞാൻ ലേറ്റായി എന്ന് ഒരാളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കില്ല. കാരണം ഏറ്റവും ആദ്യം വിശ്വാസം വരേണ്ടത് വിൽക്കുന്ന എന്നിലാണ്. എന്നെ വിശ്വാസം വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈസ് മൈ പ്രൊഡക്റ്റ്. എന്തിലാണ് വിശ്വാസം വരേണ്ടത്? എൻ്റെ പ്രൊഡക്റ്റിൽ വിശ്വാസം വരണം. 3ാമത് എൻ്റെ കമ്പനിയിൽ വിശ്വാസം വരണം. പ്രൊഡക്റ്റ് ആൻഡ് കമ്പനി. ആദ്യം എന്നിൽ, പിന്നെ പ്രൊഡക്റ്റിൽ, പിന്നെ കമ്പനി. ഈ 3 കാര്യങ്ങൾ ട്രസ്റ്റ് വന്നു കഴിയുമ്പോൾ ഈ കസ്റ്റമറുടെ ആദ്യം നമ്മളെ കാണുന്ന സമയത്ത് ഇവർക്ക് പേടിയാണ്. പേടി ഉണ്ടാകുന്ന സമയത്ത് ഇവരുടെ ബ്രെയിൻ്റെ അകത്ത് എന്ത് കത്തും? റെഡ്. നമ്മളിൽ വിശ്വാസം വന്നു, റെഡ് പതുക്കെ ഗ്രീനായി തുടങ്ങും. പ്രൊഡക്റ്റിലും കമ്പനിയിലും വിശ്വാസം വന്നു കഴിയുമ്പോഴത്തേക്കിന് എന്തുണ്ടായി? ഇത് ഫുൾ ഗ്രീൻ ആവും. ഞാൻ എന്തിന് നിങ്ങളോട് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ വീഡിയോസ് ഇടാനും നിങ്ങളുടെ പ്രസന്റേഷൻ എടുക്കാനും പറയുന്നു? എൻ്റെ ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ ചാന്ദിനി ഈസ് ഇർറെലവന്റ്, അഖിൽ ഈസ് ഇർറെലവന്റ്. കാരണം കസ്റ്റമർ വിളിക്കുന്നത് എന്നോട് സംസാരിക്കുന്ന രീതിയിലാണ്. ദേ ഓൾറെഡി ട്രസ്റ്റ്. അതുകൊണ്ടാണ് അനിൽ സാറിൻ്റെ ഓഫീസ് അല്ലേ എന്ന് ചോദിച്ചിട്ടാണ് വിളിക്കുന്നത്. ഏതെങ്കിലും ഒരു കസ്റ്റമർ എൻക്വയറിക്കകത്ത് അനിലിൻ്റെ ഓഫീസാണോ എന്ന് ചോദിച്ചാൽ ഹീസ് ഡിസ്ക്വാളിഫൈഡ്. കാരണം അവന് എന്നിൽ ഇപ്പോഴും വിശ്വാസമായിട്ടില്ല. അവൻ്റെ
ഫിയർ സെന്ററിൽ എവിടെയോ ഒരു റെഡ് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് അവന്റെ നാക്കെ അനിൽ എന്ന് വന്നത്. ഇല്ലെങ്കിൽ അനിൽജിയുടെ ഓഫീസല്ലേ, അനിൽ സാറിന്റെ ഓഫീസല്ലേ, സാറിന്റെ പ്രോഗ്രാം. ഈ വിളിക്കകത്ത് നമുക്കറിയാം എന്തിനാണ് ഞാൻ നിങ്ങളോട് വീഡിയോ ചെയ്യാൻ പറയുന്നത്. യു ബിക്കം ഫെമിലിയർ ആയി കഴിഞ്ഞാൽ എന്താ ഗുണം? കസ്റ്റമർക്ക് അറിയാവുന്ന ഒരാൾ, നമ്മുടെ മറ്റേ അനിൽ സാർ, അവിടെ ഇത് ഓവർകം ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നും ചെയ്യണ്ട. കാരണം കസ്റ്റമർ വിളിക്കുന്നതിന് മുന്നേ തന്നെ അവരുടെ പേടി മാറി ഫിയർ സെന്റർ ഗ്രീൻ ആയിട്ടാണ് വിളിക്കുന്നത്. ഇഫ് യു ആർ അൺനോൺ, നിങ്ങൾക്ക് സെയിൽസിൽ പണി കൂടും. കാരണം ആദ്യം ഈ പേടി മാറ്റിയെടുക്കണം. കാരണം യു ആർ എ സ്ട്രേഞ്ചർ, നിങ്ങളൊരു അപരിചിതനാണ് അവരെ സംബന്ധിച്ച്. മനസ്സിലാവുന്നുണ്ടോ എന്തിനാ വീഡിയോ ചെയ്യണമെന്ന് പറയുന്നതെന്ന്? ഹലോ ഹലോ ഹലോ, ഇവിടെ 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 അവിടെ എന്തുണ്ടാവും? ഓട്ടോമാറ്റിക്കലി കമ്പനിയിലും പ്രൊഡക്റ്റിലും ആളിലും വിശ്വാസം ഉണ്ടായി. അതുകൊണ്ടാണ് പറയുന്നത് വീഡിയോ നമ്മൾ PMP ചെയ്യുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ വീഡിയോസ് ഇട്ട് കഴിയുമ്പോൾ ഉള്ള ഗുണം എന്താണെന്നറിയോ? കസ്റ്റമറെ തന്നെ കൺവിൻസ് ചെയ്തോളും അവർ പൊളിയാണെന്നേ. അതുകൊണ്ടാണ് നിങ്ങൾ ഇൻസ്റ്റന്റ് ഡിസിഷൻ എടുക്കുന്നത് എൻ്റെ ഓഫീസിലൊക്കെ വിളിക്കുമ്പോൾ. കാരണം എന്താ? ഈ പേടിയില്ല. ഇങ്ങേരുടെ അടുത്ത് ആരൊക്കെയാ? നെസ്റ്റോയുടെ ഓണർ പഠിക്കുന്നുണ്ട്, വെൽഫിറ്റിന്റെ ഓണർ പഠിക്കുന്നുണ്ട്, അവരുണ്ട് ഇവരുണ്ട്, 100 കണക്കിന് പേര്. ഇയാൾ എവിടെ പ്രോഗ്രാം വെച്ചാലും 100 കണക്കിന് പേര്, ലക്ഷങ്ങൾ കൊടുത്ത്. ഞാൻ എന്തിനാ എൻ്റെ ഫീസൊക്കെ ഇത്രയും പബ്ലിക്കലി പറയുന്നത്? 25 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇങ്ങേരുടെ കൂടെ 50 പേരുണ്ട്. അപ്പോഴാണോ നമ്മുടെ 10,000 രൂപ? നെസ്റ്റോഡ് ഓണർ 25 ലക്ഷം രൂപ കൊടുത്തിട്ട് അങ്ങേരെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ 10,000 കൊണ്ട് അയാൾ എന്തോ ചെയ്യാനാ? മെജോ, മനസ്സിലാവുന്നോ? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. അവിടെ സംശയത്തിന്റെ ഒരു അണു അവിടെ വർക്ക് ചെയ്യില്ല. കാരണം എന്താ? ഓട്ടോമാറ്റിക്കലി ഇവിടെ ഈ ഫിയർ സെന്റർ ഗ്രീൻ കത്തും. അവിടുത്തെ ഗുണം എന്താണ്? മറ്റൊന്നെന്താണ്? നിങ്ങളോടാണ് കസ്റ്റമർ സംസാരിക്കുന്നത്. കാരണം നിങ്ങളുടെ സെയിൽസ് ടീമാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നെങ്കിലും അവരുടെ ഉള്ളിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു 60 to 70% ക്വാളിഫൈഡ് ആണെങ്കിൽ പോലും സെയിൽസ്, എൻ്റെ ഓഫീസിലെ ഞാനൊരു പ്രത്യേകത പറയാം, ഞാൻ അവരെ കൊച്ചാക്കി പറയല്ല. ചാന്ദിനിയുടെ കയ്യിലിരിക്കുന്ന ഫോൺ മേടിച്ച് ഗ്രീഷ്മയുടെ കയ്യിൽ കൊടുത്താൽ ചാന്ദിനി കൊണ്ടുവരുന്ന അതേ റിസൾട്ട് ഗ്രീഷ്മ കൊണ്ടുവരും. ആ ഫോൺ മേടിച്ചിട്ട് ഞാൻ മായയുടെ കയ്യിൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു, എനിക്ക് ഉറപ്പാണ് അവർ കൊണ്ടുവരുന്ന അത്രയും റിസൾട്ട് ഇല്ലെങ്കിൽ പോലും എനിക്ക് സെയിൽസ് ഇപ്പൊ കിട്ടുന്നതിൻ്റെ ഏകദേശം അതൊക്കെ തന്നെ കിട്ടും. കാരണം എൻ്റെ സെയിൽസിലിരിക്കുന്നവർക്ക് പണി എളുപ്പമാണ്. കാരണം അവർ ചെയ്യേണ്ടതാണ് ഈ ഫിയർ സെന്ററിനെ ഓവർകം ചെയ്യുക എന്നുള്ളത്. അത് അവർക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം ആസ് എ ബിസിനസ് ഓണർ നമ്മുടെ ജോലി എന്താണ്? നമ്മുടെ സെയിൽസ് ടീമിന് പണി എളുപ്പമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനെന്ത് ചെയ്യുക? വെറും 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 വീഡിയോസ് ചെയ്യുക. നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രസൻസ് ഉണ്ടാക്കുക, നിങ്ങൾ ഓംനി പ്രസൻസ് കൊണ്ടുവരിക, നിങ്ങളെ പൊസിഷൻ ചെയ്യുക. അത് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ലുലുവിൽ ചെന്നൊരു സാധനം മേടിക്കാൻ ഒരു പേടിയില്ല. കാരണം എന്താ? പേടിയില്ല. നമുക്ക് യൂസഫ് അലിയൊക്കെ അറിയാം, പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉണ്ട്, കമ്പനി നല്ലതാണെന്ന് നമ്മുടെ വിശ്വാസം നമുക്കുള്ളിലുണ്ട്. അതേ നമുക്ക് ഏതെടുത്താലും 69 രൂപയുടെ കടയിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് അത്രയും കോൺഫിഡൻസോട് കൂടി എടുക്കത്തില്ല. കാരണം 69 രൂപയ്ക്ക് ഇത് തരണമെങ്കിൽ എന്തോ ഒരു തരികിട ഉണ്ട് ഇതിനകത്ത്. കാരണം 69 രൂപയ്ക്കകത്ത് അവൻ്റെ ലാഭവും കഴിയണം. അപ്പൊ ഇതിന്റെ എന്ത് വിലയുണ്ടായിരിക്കും? ഉള്ളിന്റെ ഉള്ളിലൊരു ഭയം ഉണ്ടാവും. ആർ യു വിത്ത് മീ? കറക്റ്റ്. ലുലുവിൽ നിന്ന് ഒരു ഭക്ഷണം, നിങ്ങൾ ഈ 69 രൂപയുടെ സാധനം ലുലുവിൽ നിന്ന് നിങ്ങൾ സാധനം മേടിക്കും. പക്ഷേ ഭക്ഷണ സാധനം, കഴിക്കാനുള്ള സാധനം ഏതെടുത്താലും 69 അവിടെ ചെന്ന് എടുക്കുവോ നിങ്ങൾ? ഇല്ല. കാരണം എന്താ? വിശ്വാസം പോരാ. ആർ യു വിത്ത് മീ? ഹലോ. വേർമാർട്ടിൽ ചെന്നിട്ടോ ഡേ ടു ഡേ ചെന്നിട്ടോ ഭക്ഷണ സാധനം നമ്മൾ മേടിക്കത്തില്ല. കാരണം എന്താ? വി ഡോണ്ട് ട്രസ്റ്റ്. നമുക്ക് ഭയമുണ്ട് ഉള്ളിൽ. കറക്റ്റ്. സോ നമുക്ക് എന്ത് വേണം? ആ വിശ്വാസം നേടിയെടുക്കാൻ നമുക്ക് നമ്മളുടെ അതിൻ്റെ പേരാണ് പ്രീ സെല്ലിങ്. നിങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി കസ്റ്റമറെ നിങ്ങൾ പ്രീ സെല്ല് ചെയ്യുകയാണ്. അതായത് ഇതാണ് മേജർ പാർട്ട്. ഈ ഫിയർ മാറ്റുക എന്നുള്ളതാണ് മേജർ പാർട്ട്. ഇത് അവൻ വിളിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു എങ്കിൽ എന്ത് എളുപ്പമാണ് സെയിൽസ്. മനസ്സിലാവുന്നോ അനൂപ്? വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഡിഫറൻസ് ഇതാണ്. മനസ്സിലാവുന്നോ ജോബി? വീഡിയോ, ഒരു കാര്യം, വീഡിയോ 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 എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് പേരെ ഞാൻ കാണുന്നുണ്ട്,
ഈ 40 വയസ്സായി കഴിയുമ്പോഴേ നമുക്ക് ചില തന്ത വൈബ് ഉണ്ടാവും, ചില അമ്മാവൻ വൈബ് ഉണ്ടാവും. അപ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഈ 40 വർഷം നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം വല്ലവരോടും ഒക്കെ പറയാനുള്ള ത്വര എന്നുണ്ടാവും. ഞാൻ എന്തൊക്കെയോ സംഭവമാണ് എന്ന് കാണിക്കാനുള്ള ഒരു ത്വരയുണ്ടാവും. ആ ത്വര ഇവിടെ ചിലവർക്ക് അമ്മാവൻ വൈബ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ കിങ്സ് ക്ലബ്ബിൽ ഇരുന്ന് പഠിക്കുന്ന കാര്യം ക്യാമറ എടുത്തു വെച്ചിട്ട് നാട്ടുകാരോട് പറയുന്നത് ഞാൻ കാണുന്നുണ്ട്. ട്രെയിനർ ആകാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് അത് പറഞ്ഞിട്ട് ഇറങ്ങും. അതല്ലാതെ പേരെടുക്കാൻ വേണ്ടി, ഫെമിലിയർ ആകാൻ വേണ്ടി, ഫേമസ് ആകാൻ വേണ്ടി ബിസിനസ് ടോപ്പിക്കെ കയറി പിടിക്കല്ലേ. നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച്, നിങ്ങളുടെ ഇൻഡസ്ട്രിയെ കുറിച്ച്. അതിന്റെ പേരിലായിരിക്കണം നിങ്ങളിൽ വിശ്വാസം വരേണ്ടത്. നിങ്ങൾ എന്തിനാണ് ബിസിനസ് ടോപ്പിക്ക് പഠിപ്പിക്കുന്നത്? പഠിപ്പിക്കാനുണ്ടെങ്കിൽ ഇറങ്ങൂ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ട്രെയിനേഴ്സ് വരുന്നത് എനിക്ക് ഇഷ്ടമാണ്. എത്ര പേര് വരുന്നു അത്ര എളുപ്പമാണ് എനിക്ക് കാര്യം. നിങ്ങൾ ഇറങ്ങണം. ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, നിങ്ങൾ ഓരോരുത്തരും ട്രെയിനർ ആകണം എന്ന്. പക്ഷേ ഒരു കാര്യം, PMP ചെയ്യാനെന്ന പേരിൽ ബിസിനസ് ടോപ്പിക് എടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ടോപ്പിക്ക് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ നിഷ് മാർക്കറ്റിൽ, നിങ്ങളുടെ കസ്റ്റമേഴ്സിൽ ഒരു ഇൻഫ്ലുവൻസ്, ബിസിനസ് ഓണേഴ്സ് ആണ് നിങ്ങളുടെ കസ്റ്റമറിൽ, നിങ്ങൾ ചെയ്തോ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി. അതല്ലാതെ സോപ്പും ചീപ്പും വിൽക്കുന്നവൻ എന്തിനാണ് ബിസിനസ് ടോപ്പിക്ക് യൂട്യൂബിൽ ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ചെയ്ത് ഫെമിലിയർ ആയിട്ട് കാര്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തുണിയില്ലാതെ റോഡിൽ കൂടെ ഓടിയാൽ മതി, ഇന്ന് വൈറലാകാം, ഒട്ടും ബുദ്ധിമുട്ടില്ല. ഫേമസ് ആയാൽ മതിയെങ്കിൽ. എൻ്റെ ചോദ്യം, എന്തിന് ഡിസ്ട്രാക്റ്റഡ് ആവണം? അതുകൊണ്ട് ആ അമ്മാവും വൈബ് മാറ്റി വെച്ചാൽ കേട്ടോ. ഈ അറിവെല്ലാം കൂടെ എടുത്ത് വിളമ്പുന്ന പരിപാടി ആവശ്യക്കാരന് മാത്രം കൊടുത്താൽ മതി. ഈ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് പോയി നടപ്പാക്കി വിജയിക്കാനാണ്. അതല്ലാതെ ഇതങ്ങോട്ട് തികട്ടി കഴിയുമ്പോഴേ അത് വീഡിയോ കുറേ പേര് ഇവിടെ കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തിട്ട് ഇപ്പം ഒതുക്കി വെച്ചിട്ട് സ്വന്തം ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ സമയം കളയാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരിക. അപ്പം വീഡിയോ ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെയും കമ്പനിയെയും ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. ആ ഇൻഡസ്ട്രിയെ റെപ്രസെന്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രസ്റ്റ് ബിൽഡ് ചെയ്യപ്പെടത്തുള്ളൂ. മനസ്സിലാവുന്നോ ഞാൻ പറഞ്ഞ എന്താണെന്ന്? അങ്ങനെ വൺസ് ഫിയർ സെന്റർ ഗ്രീൻ ആയി കഴിഞ്ഞാൽ ദെൻ ഇറ്റ് മൂവ്സ് ടു ദ നെക്സ്റ്റ് പാർട്ട്. രണ്ടാമത്തെ പാർട്ടിലേക്ക് പോകും. അതിൻ്റെ പേരാണ് ലോജിക് സെന്റർ. ലോജിക്കിലാണ് മറ്റേ ബ്രെയിൻ കയറി വരുന്നത്. ബ്രെയിൻ്റെ അകത്ത് എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? പ്രൈസ്. ഇവിടെയാണ് നിങ്ങളുടെ വില കൂടുതലാണ് എന്നുള്ള ഒബ്ജക്ഷൻ വരുന്നത്. പ്രൈസ്. അപ്പം നമ്മൾ ഫെമിലിയർ ആയി കഴിഞ്ഞാൽ, നമ്മളെ അവർക്ക് പരിചയം ഉണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ പരിചയക്കാരായി, ഫെമിലിയറായി. ദെൻ ഉള്ള ഒരൊറ്റ ഒബ്ജക്ഷൻ പിന്നെ വരുന്നത് വിലയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിനാണ് ഞാൻ പറഞ്ഞത്, കസ്റ്റമറെ കൊണ്ട് പറയിപ്പിക്കരുത് നമ്മുടെ വില കൂടുതലാണെന്ന്. അങ്ങോട്ട് പറയണം, മാർക്കറ്റിൽ ഈ സാധനം 10 രൂപ തൊട്ട് കിട്ടും, പക്ഷെ നമ്മുടെ ഇതിന് 20 രൂപയാണ് വില. എന്താണെന്ന് സാറിന് അറിയണോ? അവരെ കൊണ്ട് വീണ്ടും എസ് പറയിപ്പിക്കണം. അപ്പൊ എന്തായി? ഇവിടെയും ഗ്രീനായി, ഇവിടെ എസ് പറയിപ്പിക്കുമ്പോൾ അവിടെയും ഗ്രീനായി. അങ്ങോട്ട് പറയണം വില കൂടുതലാണ്. എന്നിട്ടാണ് പറയേണ്ടത്. ഇതിന്റെ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. എൻ്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: സർ, എൻ്റെ വില കൂടുതലാണ്, ഞാൻ ഒരാൾക്കും ഡിസ്കൗണ്ട് കൊടുക്കാറുമില്ല. കാരണം എന്താണെന്ന് അറിയണോ? അതെന്താ നിങ്ങൾ അങ്ങനെ? അല്ല, ഡിസ്കൗണ്ട് ഇല്ലാതെ എങ്ങനെ വില കൂട്ടി വിൽക്കണം എന്ന് പഠിപ്പിക്കുന്ന ഞാൻ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ശരിയാണോ സർ? ഡിസ്കൗണ്ട് കൊടുക്കാതെ എങ്ങനെ വിൽക്കണം എന്ന് പഠിപ്പിക്കുന്ന ഞാൻ ഡിസ്കൗണ്ട് തന്ന് വിൽക്കുന്നത് ശരിയാണോ സാർ? അയ്യോ, വേണ്ട, ഒരു ഡിസ്കൗണ്ട് വേണ്ട, അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചുതരാം കേട്ടോ എന്ന് പറയുന്ന പോലെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടെത്തണം. എന്തുകൊണ്ട് നിങ്ങളുടെ പ്രൈസ് ഇത് എന്ന് കസ്റ്റമർക്ക് കൺവിൻസ്ഡ് ആവുന്ന, കസ്റ്റമർ ഇങ്ങോട്ട് പറയാണ് ഗുഡ് എന്ന് പറയുന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മതി നിങ്ങളുടെ ജീവിതം മറിയാൻ. ഞാൻ കണ്ടെത്തിയ സ്റ്റേറ്റ്മെന്റ് ആണ്. ഡിസ്കൗണ്ട് കൊടുക്കാതെ എങ്ങനെ വിൽക്കണമെന്ന് പഠിപ്പിക്കുന്ന ഞാൻ ഡിസ്കൗണ്ട് തരുന്ന ശരിയാണോ സാർ? ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ചേഞ്ച്ഡ് മൈ ലൈഫ്. ഒരു ബ്രോക്കിൽ നിന്ന് ഒരു സെൽഫ് മെയ്ഡ് മൾട്ടി മില്യണിയറിലേക്കുള്ള യാത്ര ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിന്റെ ബലത്തിലാണ്. ഡിസ്കൗണ്ട് കൊടുക്കാതെ എങ്ങനെ വിൽക്കണമെന്ന് പഠിപ്പിക്കുന്ന ഞാൻ ഡിസ്കൗണ്ട് തരുന്നത് ശരിയാണോ സാർ? അവരിങ്ങോട്ട് പറയും വേണ്ട, ഡിസ്കൗണ്ട് ഒന്നും വേണ്ട, അനിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയക്കും. നിങ്ങൾ ഒരൊറ്റ വരി മറുപടി ഇതിന് കണ്ടെത്തിയാൽ മതി. ഒരൊറ്റ വരി. അത് നിങ്ങളുടെ സെയിൽസ് ടീം ഒന്നും കണ്ടെത്തത്തില്ല, നിങ്ങൾ കണ്ടെത്തും.
അതിന് നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് സെയിൽസുകാരെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് ചോദിക്കണം, ഇങ്ങനെ ഒരു ഒബ്ജക്ഷൻ വരുമ്പോൾ നിങ്ങൾ എന്താ പറയാറുള്ളത്. ഞാൻ അഖിലിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, അഖിലെ അങ്ങനെ ഒരു ഒബ്ജക്ഷൻ വരുമ്പോൾ അഖിൽ എന്താ പറയുന്നത്? കാരണം ഇവർക്ക് ഇത് റെഗുലർ പ്രാക്ടീസാണ്. അപ്പം ഇവർ ക്ലോസ് ചെയ്യാൻ വേണ്ടി അത് പറഞ്ഞു ഇവർക്ക് ശീലമായി. അപ്പം ഏറ്റവും മികച്ച സെയിൽസുകാരൻ പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് അത് അതുപോലെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ചാന്ദിനിയെ കൊണ്ട്, സുകന്യയെ കൊണ്ട്, ആദിലിനെ കൊണ്ട് പറയിപ്പിച്ചാൽ ഒബ്ജക്ഷന് സെയിം മറുപടി. എൻ്റെ ടീം ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ ഗ്രീനിൽ തന്നെ എന്നെ പൊസിഷൻ ചെയ്യുന്നത് പ്രീമിയം ആയിട്ടാണ്. ഞാൻ ഓട്ടോയിൽ വന്നിറങ്ങുന്ന ഫോട്ടോയല്ല അവർ കാണുന്നത്, അങ്ങനെ ഒരു ടീസർ അല്ല അവർ കാണുന്നത്. അവർ കാണുന്നത് ഓടിയിൽ നിന്ന് വന്നിറങ്ങിയിട്ട് ഹെലികോപ്റ്ററിൽ കയറി പറന്നു പോകുന്ന അനിൽ ബാലചന്ദ്രൻ. ഇവിടെ എന്തായി, പ്രീമിയം ആണ് ഇയാള്. ക്രൗൺ പ്ലാസയിൽ ചെന്നിട്ട് ഓയോ റൂംസിന്റെ റേറ്റ് ചോദിക്കത്തില്ല. കാരണം എന്താ, അത് ക്രൗൺ പ്ലാസയാണ്, അതിനെ പൊസിഷൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ആ പൊസിഷനിങ്ങിന് പറ്റുന്നതാണ് വീഡിയോസ്. ഇത് കറക്റ്റ് ആണ് എങ്കിൽ പ്രൈസ് പറയുമ്പോൾ ഒരു ഹെസിറ്റേഷനും വേണ്ട, പ്രീമിയത്തിൽ പൊസിഷൻ ചെയ്താൽ. നിങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയോ, നിങ്ങൾ മാർക്കറ്റിങ്ങിനെ ഒരു എക്സ്പെൻസ് ആയിട്ടാണ് കാണുന്നത്. ഞാൻ മാർക്കറ്റിങ്ങിനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കാണുന്നത്. എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആണെന്നറിയോ, ആ മാർക്കറ്റിങ്ങിന് വേണ്ടി ഞാൻ ഇറക്കുന്ന പൈസ. ഇപ്പം എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ ഫ്ലെക്സ് വെച്ചു, ഇതിന് അല്ലെങ്കിൽ ഫോബ്സിൽ ഞാൻ 10-14 ലക്ഷം രൂപ കൊടുത്ത് പരസ്യം ചെയ്തു. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കാര്യം എന്താണെന്നറിയോ, ഇതൊക്കെ കണക്കാണ്. കണക്കെന്താണ്, അത് ഞാൻ ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്ന ചെലവും, ഞാനത് ചെയ്തില്ലെങ്കിൽ എൻ്റെ പൊസിഷനിങ്ങിൽ ഉണ്ടാകുന്ന കുറവ്, എനിക്ക് സെയിൽസിൽ ഉണ്ടാകുന്ന ലോസ് നോക്കുമ്പോൾ ഈ ലോസ് ആയിരിക്കും വലുത് ഈ മാർക്കറ്റിംഗ് എക്സ്പെൻസിനേക്കാൾ. എന്തിനാ ഞാൻ പൊസിഷൻ ചെയ്യുന്നത്? എൻ്റെ സെയിൽസിൽ പ്രൈസ് കൂടുതലാണ് എന്ന ഒബ്ജക്ഷൻ ഇല്ലാതിരിക്കാൻ. എന്തിനാണ് ഞാൻ പച്ചയ്ക്ക് പ്രൈസ് വിളിച്ച് പറയുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ തൊട്ടാ പൊള്ളുന്നവനാണെന്ന് പറയുന്നത്? എന്തിനാണ് 1 മണിക്കൂറിന് ഞാൻ ഇത്ര രൂപ മേടിക്കുമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ഇൻകമിങ് കോൾ ഞാൻ എടുക്കത്തില്ലെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് കോള് ഞാൻ എടുക്കണമെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ പൈസ വരണമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ കൂടെ നിന്ന് ഒരു സെൽഫി എടുക്കണമെങ്കിൽ 5000 രൂപ വേണമെന്ന് പറയുന്നത്? എവറിത്തിങ് ഈസ് പൊസിഷനിങ്. ദെൻ പ്രൈസ് കൂടുതലാണ് എന്നൊരു ഒബ്ജക്ഷൻ അവിടെ ഉണ്ടാവില്ല. ഈ ഒബ്ജക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എൻ്റെ പൊസിഷനിങ്ങിലേ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ ഓഫീസിൽ തിരക്കി നോക്കൂ, ട്രെയിനിങ്ങിൻ്റെ ഫീസ് കൂടുതലാണ് എന്ന് പറയുന്ന ഒരൊറ്റ കമൻ്റ് അവിടെ വരത്തില്ല. കാരണം വിളിക്കുന്നവനെ അറിയാം അതിൻ്റെ വില കൂടുതലായിരിക്കും. ഈ കള ഒരുക്കിയിടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഒരുക്കിയിട്ടിട്ട് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യം ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ്, എന്തുകൊണ്ട് നിങ്ങളുടെ വില കൂടുതലെന്ന് ഏതൊരാൾക്കും, നിങ്ങളുടെ കോമ്പറ്റീറ്റർക്ക് പോലും അത് കൺവിൻസിങ് ആയിട്ട് തോന്നുന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ്, ഒരൊറ്റ വരി ഡയലോഗ് അത് കണ്ടെത്താൻ പറ്റുമോ സക്കീർ ഭായിക്ക്? എങ്കിൽ 10-9 ക്ലോസിങ് നടക്കും. ആ ഒരൊറ്റ വരി, ഞങ്ങളുടെ നമ്പർ 1 ക്വാളിറ്റി, ഞങ്ങൾ മറ്റേത്, ഞങ്ങളാണ്, അതൊക്കെ ജനറലാണ് കേട്ടോ. നിങ്ങൾ പ്രൈസ് ഒബ്ജക്ഷന് കൊടുക്കുന്ന പല മറുപടിയും ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് കമ്പലിങ് അല്ല, അത് ഇറസിസ്റ്റിബിൾ അല്ല, എതിർക്കാൻ പറ്റാത്തതല്ല. നിങ്ങൾ ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. സോ അത് ഓവർകം ചെയ്യാൻ, അത് ബ്ലോക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയാൽ, 1 മാർക്കറ്റിങ്ങിൽ കൂടി ബ്ലോക്ക് ചെയ്യാം, 2 ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ കൂടി നിങ്ങൾക്ക് അവിടെ ബ്ലോക്ക് ചെയ്യാം. എങ്കിൽ ഈ റെഡ് മാറി അവിടെ എന്ത് കത്തും? അവിടെയും ഗ്രീൻ കത്തും, അവിടെയും ഗ്രീൻ കത്തും. അവിടെയും ഗ്രീൻ കത്തിയാൽ കസ്റ്റമർ പേയ്മെന്റ് തരത്തില്ല. ഇറ്റ് വിൽ ഗോ ടു ദ 3rd പാർട്ട്. ആ 3ാമത്തെ പാർട്ടിന്റെ പേരാണ് ഇമോഷണൽ സെന്റർ. അപ്പൊ ആദ്യം ഫിയർ, പിന്നെ ലോജിക്, ബ്രെയിൻ, ദെൻ കംസ് ഇമോഷൻ. ഇമോഷൻ കംസ് ഫ്രം ഹാർട്ട്. ഇവിടുന്ന് വരുന്ന ഇമോഷൻ. ഈ ഇമോഷന്റെ അകത്താണ് എന്ത് വരുന്നത്? ഇതൊരു ബ്രാൻഡാണോ? ഇത് യൂസ് ചെയ്താൽ എനിക്ക് നാണക്കേടുണ്ടാവുമോ? ഇപ്പം നമ്മളൊരു വീട് പണിയുന്ന സമയത്ത് ഞാൻ ഈ ബ്രാൻഡഡ് സാധനം മേടിച്ചെൻ്റെ വീട്ടിൽ വെച്ച് ഈ പാലുകാച്ചിന് വരുന്ന സമയത്ത്, ഹൗസ് വാമിങ്ങിന് വരുന്നവർ എന്നെ കളിയാക്കുമോ? ഞാനൊരു മണ്ടൻ തീരുമാനം എടുത്തതായിട്ട് ആളുകൾക്ക് തോന്നുമോ? എൻ്റെ പാർട്ട്ണർ അവർ എന്നെ കുറ്റപ്പെടുത്തുമോ? ഇതൊരു നല്ല ഡിസിഷനാണ്. എൻ്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കുമോ? ഇത് ആരെങ്കിലുമൊക്കെ മേടിച്ചിട്ടുണ്ടാവുമോ? ഈ ഇമോഷണൽ സാധനങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നതെന്നറിയോ? എഹിയെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കും, റോയ് ചേട്ടനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കും, വിജയൻ ചേട്ടനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കും, അസ്മലിക്കയെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കും, മുജീബിക്കയെ കൊണ്ട് പറയിപ്പിക്കും. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ, ഇതെന്താണ്? ഇത്രയും പേര് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് ടെസ്റ്റിമോണിയലാണ് ഇമോഷണലി കണക്ട് ചെയ്യാൻ ഏറ്റവും നല്ലത്. ടെസ്റ്റിമോണിയൽസ്.
എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ ടെസ്റ്റിമോണി. ഇതൊക്കെ എന്തിനാണെന്ന് മനസ്സിലാവുന്നോ? നിങ്ങളോട് ഞാൻ ഇതൊക്കെ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവത്തില്ല. ദിസ് ഈസ് ദ റിയൽ വൈ. എന്തിന് വീഡിയോസ് ചെയ്യണം, എന്തിന് മാർക്കറ്റിംഗ് ആൻഡ് പൊസിഷനിങ് ചെയ്യണം? ഫിയർ മാറ്റാൻ. പൊസിഷൻ ചെയ്യുന്നത് എന്തിന്? പ്രൈസ് കൂടുതലാണ് എന്ന് മാർക്കറ്റിനെ അപ്ഫ്രണ്ട് അറിയിക്കാൻ. എന്തിന് ടെസ്റ്റിമോണിയൽസ്? സോഷ്യൽ സെല്ലിംഗ്, ഇമോഷണലി അവരുടെ പേടി മാറ്റാൻ. ഇനി യഥാർത്ഥ പ്രശ്നത്തിലേക്ക് കടക്കുക നമ്മൾ. ഇത് കസ്റ്റമറുടെ ബ്രെയിൻ 3 തിരിച്ചിട്ടുണ്ട്. 1 ഫിയർ, 2 ലോജിക്, 3 ഇമോഷണൽ. ഇവിടെ ഇങ്ങോട്ട് നോക്ക്. ഇവർക്ക് വിൽക്കേണ്ടതാരാ? ഈ സെയിൽസുകാരൻ, റൈറ്റ്? അപ്പം നമുക്ക് ഈ സെയിൽസുകാരൻ്റെ ബ്രെയിൻ ഒന്ന് നോക്കാം. സെയിൽസുകാരൻ്റെ ബ്രെയിൻ എത്ര പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ടാവും? ഒബിയസ്ലി 3. കാരണം ഇവരും മനുഷ്യരാണ്, അവരും മനുഷ്യരാണ്. കൗണ്ടറിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ആളും അപ്പുറത്ത് നിൽക്കുന്ന ആളും തമ്മിൽ ഒരു വ്യത്യാസമില്ല. 2 പേരെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ബ്രെയിനും 3 തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ പാർട്ട് ഒബിയസ്ലി ഫിയർ സെന്റർ. ഫിയർ സെന്റർ. നമ്മുടെ സെയിൽസുകാരെ ഞാൻ എടുക്കുകയാണ്. ആദ്യത്തെ സെയിൽസുകാരന് അവന് സെൽഫ് കോൺഫിഡൻസ് ഇല്ല, അവനിൽ വിശ്വാസമില്ല, അവൻ്റെ ലാംഗ്വേജ് പോരാന്ന് തോന്നുന്നു, അവന് പ്രൊഡക്റ്റ് നോളജ് ഇല്ല എന്ന് തോന്നുന്നു, അവനെ കാണാൻ കൊള്ളില്ല എന്ന് തോന്നുന്നു, അവന് എക്സ്പീരിയൻസ് ഇല്ല എന്ന് തോന്നുന്നു. ഈ തോന്നലുണ്ട് എങ്കിൽ ആ വിൽക്കുന്ന സെയിൽസുകാരൻ്റെ ഫിയർ സെന്റർ എന്ത് കളറായിരിക്കും? റെഡ്. ഇവൻ ഇവിടെ പോയി ഗ്രീൻ ആക്കാൻ പറ്റുമോ? ഞാൻ എന്തിനാണ് നിങ്ങളോട് സെയിൽസ് ചെയ്യുമ്പോൾ, ഈവൻ ദോ നിങ്ങൾ ഫോണിൽ കൂടിയാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ വെൽ ഡ്രസ്ഡായി നേരെ ഇരുന്നോ എഴുന്നേറ്റ് നിന്നോ നടന്നോ വേണം കസ്റ്റമറോട് സംസാരിക്കാൻ, മെസ്സേജ് അയക്കാൻ എന്നൊക്കെ പറയുന്നത് എന്തിനാ? ഇറ്റ് വിൽ ഇൻഫ്ലുവൻസ് യുവർ കോൺഫിഡൻസ്. വെറുതെ കിടന്നുകൊണ്ടല്ല കസ്റ്റമർക്ക് മറുപടി കൊടുക്കണ്ടേ. കുളിച്ച് റെഡിയായി എഴുന്നേറ്റിരുന്ന് വേണം മറുപടി കൊടുക്കാൻ, വിളിക്കാൻ, സംസാരിക്കാൻ. നിങ്ങൾ അങ്ങനെയാണോ? നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് മറുപടി അയക്കും അല്ലേ? കഴിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഫോൺ എടുത്ത് വെച്ചിട്ട് മറുപടി കൊടുക്കും അല്ലേ? അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? നിങ്ങളുടെ ഉള്ളിലാണ്. യു ഡോണ്ട് ട്രസ്റ്റ് യു. അവിടെ എന്തുണ്ടാവും? നിങ്ങളുടെ ബ്രെയിൻ്റെ അകത്ത് ഫിയർ സെന്റർ റെഡ് ആകും. നിങ്ങൾക്ക് ഇവിടെ പോയി ഗ്രീൻ ആക്കാൻ പറ്റുമോ? ഇല്ല. ഇനി ഒരാൾക്ക് മുടിഞ്ഞ സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്, പക്ഷെ അവർക്ക് പ്രൊഡക്റ്റ് നോളജ് ഇല്ല, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൽ വിശ്വാസമില്ല. ഇവന്റെ ഫിയർ സെന്റർ എന്തായിരിക്കും? റെഡ്. ഇവർക്ക് ഇവിടെ പോയി ഗ്രീൻ ആക്കാൻ പറ്റുമോ? നോ. ഇനി ഒരുത്തന് കമ്പനിയെ കുറിച്ചൊന്നും അറിയത്തില്ല, ഇവിടെ എന്തായിരിക്കും ഫിയർ സെന്റർ? റെഡ്. ഇവൻ ഇവിടെ പോയി ഗ്രീൻ ആക്കാൻ പറ്റുമോ? നോ. ഇനി അടുത്ത ആളിന് കോൺഫിഡൻസ് ഉണ്ട്, പ്രൊഡക്റ്റ് നോളജ് ഉണ്ട്, കമ്പനി നോളജ് ഉണ്ട്, വിച്ച് മീൻസ് അവന്റെ ഫിയർ സെന്റർ ഗ്രീൻ ആണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ലോജിക് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവന്റെ ഓഫീസിൽ എപ്പോഴും ചർച്ചയാണ്, എപ്പോഴും പറച്ചിലാണ്, ഇവന്റെ ഉള്ളിൽ തന്നെ കിടപ്പുണ്ട് നമ്മുടെ പ്രൈസ് കൂടുതലാണ് എന്ന്. എങ്കിൽ ഇവന്റെ ലോജിക് സെന്റർ എന്തായിരിക്കും? റെഡ്. ഇവൻ ഇവിടെ പോയി ഗ്രീൻ ആക്കാൻ പറ്റുമോ? നോ. നിങ്ങൾക്ക് സെയിൽസ് കിട്ടാത്തതിന്റെ മെയിൻ റീസൺ നിങ്ങളുടെ സെയിൽസുകാരൻ്റെ ഉള്ളിൽ തന്നെ കിടപ്പുണ്ട് ഇതിന്റെ വില കൂടുതലാണ്. ചൈനയിൽ കിടന്ന സാമാനോ ഈ മുജീബിക്കോ എടുത്തോണ്ട് വന്ന് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഇല്ലാത്ത വില ഇട്ട് വിൽക്കുകയാണ് എന്ന് നിങ്ങളുടെ സെയിൽസുകാരൻ്റെ ഉള്ളിലുണ്ട് എങ്കിൽ നിങ്ങളുടെ സെയിൽസുകാർക്ക് ഒരിക്കലും സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവന്റെ ലോജിക് പാർട്ടീസ് റെഡ്. ഇനി അടുത്ത ആള്, അവന് കോൺഫിഡൻസ് ഉണ്ട്, പ്രൊഡക്റ്റ് നോളജ് ഉണ്ട്, കമ്പനി നോളജ് ഉണ്ട്, പ്രൈസിലും കൺവിൻസ്ഡ് ആണ്. പക്ഷേ ഇമോഷണൽ പാർട്ടിലേക്ക് വരുമ്പോൾ ഇവൻ നിങ്ങളോട് ഇന്നലെ ഒരു ലീവ് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. ഇവന്റെ ഇമോഷണൽ പാർട്ട് എന്തായി? രാവിലെ റെഡ്. ഈ റെഡുകാരന് പോയി കസ്റ്റമറുടെ ഇമോഷനെ ഗ്രീൻ ആക്കാൻ പറ്റുമോ? നോ. ഇവൻ സാലറി അഡ്വാൻസ് ചോദിച്ചു, നിങ്ങൾ കൊടുത്തില്ല. അവൻ്റെ ഇമോഷണൽ പാർട്ട് എന്തായി? റെഡ്. ഇനി അഡ്വാൻസ് പോട്ടെ, സാലറി കറക്റ്റ് സമയത്ത് കൊടുക്കുന്നില്ല, ഇവൻ്റെ ഇമോഷണൽ പാർട്ട് എന്താ? റെഡ്. ഇനി ഇതെല്ലാം നമ്മൾ ചെയ്യുന്നു എന്നിരുന്നോട്ടെ, ഈ കാലൻ രാവിലെ ഇറങ്ങുന്ന സമയത്ത് ഇവൻ്റെ പെണ്ണും പിള്ളയായിട്ട് ഇടിയിട്ടിട്ട് ഇറങ്ങിയ ഇവൻ്റെ ഇമോഷണൽ സെന്റർ എന്താ? റെഡ്. ഇവന് കസ്റ്റമറെ കൺവിൻസ് ചെയ്യാൻ പറ്റുമോ? നോ. ഇവൻ രാവിലെ മാനേജറുമായിട്ട് വഴക്കിട്ടു, അല്ലെ മാനേജർ ഇവനെ വഴക്ക് പറയും. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു സ്റ്റാഫിനെയും രാവിലെ കുറ്റം പറയരുത്, വഴക്ക് പറയരുത്. എന്ത് തെറ്റ് ചെയ്താലും ചേർത്ത് നിർത്തിയേക്കണം, ചിരിച്ചേക്കണം. എന്നിട്ട് വൈകുന്നേരം പോകാൻ നേരം വിളിക്കണം, ഞൊന്ന് നീ ഇന്ന് എത്ര മണിക്കാണ് വന്നത്, പറയാനുള്ള എല്ലാം വൈകിട്ട് പറയാം. കാരണം എന്താ, വൈകിട്ട് ഇവന്റെ ബ്രെയിനിൽ റെഡ് വന്നാലും അത് അവൻ വീട്ടിൽ പോയി തീർത്തോളും. രാവിലെ എന്തെങ്കിലും പറഞ്ഞ് അതിൽ റെഡ് വീണ അന്നത്തെ ദിവസം നമുക്ക് നഷ്ടമാണ്. ഹലോ, കാര്യമൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ഇതാണ് ഹിപ്നോട്ടിക് സെല്ലിംഗ്. കച്ചവടം നടക്കാത്തതിന്റെ റീസൺ എന്താ? കസ്റ്റമറാണോ സെല്ലറാണോ? 100% ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ സെല്ലർ.
സെല്ലർക്ക് ഒന്നെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് ഇല്ല, പ്രൊഡക്റ്റ് നോളജ് ഇല്ല, കമ്പനി നോളജ് ഇല്ല, അല്ലെങ്കിൽ സെല്ലർക്ക് സ്വന്തം പ്രൈസിൽ വിശ്വാസം ഇല്ല, അതുമല്ലെങ്കിൽ ഇമോഷണലി അവർക്ക് എന്തോ പ്രശ്നമുണ്ട്, ഇവർക്ക് ഫാമിലി ഇഷ്യൂ ഉണ്ട്, ഇമോഷണലി റെഡ് ആയിരിക്കും. ഇവർക്ക് കസ്റ്റമറുടെ അടുത്ത് ഇമോഷണലി ഗ്രീൻ ആക്കാൻ പറ്റുമോ? നോ. ഇവന് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്, ഇവൻ കടം കൊടുത്തിരിക്കുകയാണ്, അല്ലെ കടം വാങ്ങിച്ചിട്ട് കൊടുക്കാനുണ്ട്, ഇവനെ അവൻ പലിശക്കാർ വിളിച്ചോണ്ടിരിക്കുക, കസ്റ്റമർ എടുത്തിരിക്കുക, ഇവൻ ഇമോഷണൽ ഡാമേജിൽ റെഡാണ്, ഇവൻ ഒരിക്കലും പോയി ഇവിടെ ഗ്രീൻ ആക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹയർ ഓൺലി ഹാപ്പി സ്റ്റാഫ്. ഹാപ്പി ആയിട്ട് ഉള്ള എംപ്ലോയീസിനെ മാത്രമേ ഹയർ ചെയ്യാവൂ. ഒരു പെങ്കൊച്ച് ഒരു 1.5 വർഷം മുന്നേ കായംകുളത്ത് വന്നിരുന്നത് ഭയങ്കര കരച്ചിൽ. ഒരു ഡോക്ടർ അമൃത, അവള് കുവൈറ്റിലായിരുന്നു ഹസ്ബൻഡുമായിട്ട്, എന്നിട്ട് അവിടെ നിന്ന് അടിച്ചു പിരിഞ്ഞു, അങ്ങനെ എന്തൊക്കെയോ കഥ പറച്ചിലും ഭയങ്കര കരച്ചിൽ. ഞാൻ മേളിൽ ക്ലാസ് എടുത്തിട്ട് താഴോട്ട് ചെല്ലുമ്പോൾ അമ്മച്ചി ഇരുന്ന് കണ്ണൊക്കെ തുടച്ചു കൊടുത്തത്, മോനെ മോക്കൊരു ജോലി എവിടെങ്കിലും, അവള് നല്ല പഠിത്തവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട്, ഡോക്ടർ അവള് ആയുർവേദ, പക്ഷെ അവക്ക് നിന്റെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു സെയിൽസിൽ വല്ലതും ജോലി. ഞാൻ കൊടുക്കത്തില്ല. കാരണം എന്താ, ഇവള് വന്നിരുന്ന് കരഞ്ഞു പറയുന്നത് മുഴുവൻ അവിടെ പ്രശ്നങ്ങളാ. അവളെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ഇമോഷണലി എപ്പോഴും ഇവക്ക് റെഡായിരിക്കും, ഇവക്കൊരിക്കലും കസ്റ്റമറെ ഗ്രീൻ ആക്കാൻ പറ്റില്ല. ഞാനതുകൊണ്ടാ എൻ്റെ അടുത്ത് ആരെങ്കിലും ഒരു ഫാമിലി കേസോ മറ്റൊന്നോ ആയിട്ട് വരികയാണെങ്കിൽ അതൊന്നെങ്കിൽ പറഞ്ഞു തീർക്കുക, ഇല്ലെങ്കിൽ പിരിഞ്ഞേക്കുക. കാരണം ഇല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ ഇമോഷണൽ സൈഡ് റെഡ് ഇങ്ങനെ കിടക്കും. നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും നമ്മളിൽ എപ്പോഴും വഴക്കാണെങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ സൈഡ് റെഡ് ആയിരിക്കും, നിങ്ങൾക്ക് ഒരിക്കലും അവിടെ ഗ്രീൻ ആക്കി എടുക്കാൻ പറ്റില്ല ആരെയും. അതുകൊണ്ട് സ്റ്റാഫിനെ ഹയർ ചെയ്യുന്ന സമയത്ത് ഹയർ ഓൺലി ഹാപ്പി പീപ്പിൾ. അല്ലാതെ ഭർത്താവ് മരിച്ചുപോയി, അല്ലെങ്കിൽ അത് പോയി ഇത് പോയി, ജോലിയില്ല, ഇവർക്കൊന്നും ജോലി കൊടുക്കരുത്. അവരെ നിങ്ങൾ സഹായിച്ചോ, ബിസിനസ്സിൽ നിന്ന് കാശ് ഉണ്ടാക്കി കാശ് കൊടുത്ത് സഹായിച്ചോ, ജോലി കൊടുത്ത് സഹായിക്കരുത്. സോ സെയിൽസ് നടക്കാത്തതിന്റെ റീസൺ നമ്മുടെ സ്റ്റാഫിന്റെ ബ്രെയിൻ റെഡ് ആയതുകൊണ്ട്. എന്തുകൊണ്ട് നമ്മൾ പോകുമ്പോൾ കച്ചവടം നടക്കുന്നു? ഇപ്പം സെല്ലർ ആരാണ്? കമ്പനി ഓണർ, നമ്മൾ. എനിക്ക് എൻ്റെ ഫിയർ സെന്ററിലേക്ക് വരുമ്പോൾ എനിക്ക് എന്നിൽ മുടിഞ്ഞ കോൺഫിഡൻസാണ്, അതുകൊണ്ട് എന്തായി, എൻ്റെ ഫിയർ സെന്റർ ഗ്രീനാണ്. എൻ്റെ പ്രൊഡക്റ്റ് എനിക്കറിയാവുന്ന അത്രയും എൻ്റെ കമ്പനിയിൽ പോലും വേറെ ആർക്കും അറിയത്തില്ല. സോ മുടിഞ്ഞ കോൺഫിഡൻസ് അഗെയിൻ ഗ്രീൻ. കമ്പനി എൻ്റെ കമ്പനിയാണ്, എല്ലാം എനിക്കറിയാം, വിച്ച് മീൻസ് മൈ ഫിയർ സെന്റർ ഈസ് അബ്സല്യൂട്ട്ലി ഗ്രീൻ. പ്രൈസ് ഞാൻ ഇട്ടിരിക്കുന്ന വിലയാ, ഞാൻ എല്ലാം പഠിച്ച് എനിക്ക് കൃത്യമായി കൺവിൻസ്ഡ് ആയിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന വിലയാണ്. സോ മൈ ലോജിക് സെന്റർ ഈസ് ഗ്രീൻ. ഇമോഷണൽ, എൻ്റെ ഫാമിലിയോടൊപ്പം ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഞാൻ ചെലവഴിക്കുന്നത് എൻ്റെ കമ്പനിക്കൊപ്പമാണ്. എൻ്റെ കുഞ്ഞിനെ പോലെയാണ് ഞാൻ വളർത്തുന്നത്. വിച്ച് മീൻസ് ഒരു ബിസിനസ് ഓണറുടെ ബ്രെയിൻ ഈസ് ആബ്സല്യൂട്ട്ലി ഗ്രീൻ. കൺവെട്ടത്ത് വന്നാൽ മതി, അവനെ കൊണ്ട് ചെക്ക് എടുപ്പിക്കും. അതുകൊണ്ടാണ് നമ്മൾ സെയിൽസുകാരായിരിക്കുമ്പോൾ കച്ചവടം നടക്കുന്നത്, നമ്മുടെ സ്റ്റാഫ് പോകുമ്പോൾ കച്ചവടം നടക്കാത്തത്. കസ്റ്റമർ അല്ല ഡിഫറൻസ്, കസ്റ്റമർ അല്ല തീരുമാനം എടുക്കുന്നത്, വിൽക്കുന്നവനാണ് തീരുമാനിക്കുന്നത് ആരെന്ത് മേടിക്കണമെന്ന്. യെസ്, യു ആർ ദ ഡിസിഷൻ മേക്കർ. അതുകൊണ്ടാണ് മുതലാളി പോകുമ്പോൾ കച്ചവടം നടക്കുന്നതിന്റെ റീസൺ എന്താ? നിങ്ങളിൽ പലർക്കും തോന്നിയിട്ടില്ലേ, ഞാൻ പോയാൽ ആ കച്ചവടം കിട്ടും. വൈ? യുവർ ബ്രെയിൻ ഈസ് ഗ്രീൻ. എന്തുകൊണ്ട് നിങ്ങൾ ഒരു ട്രെയിനർ ആകണം? എന്തുകൊണ്ട് നിങ്ങൾക്ക് കോച്ചിങ് സ്കില്ല് വേണം? എന്തുകൊണ്ട് നിങ്ങൾ നല്ലൊരു ലീഡർ ആകണം? ആ ഒരു നല്ല ലീഡർക്ക് മാത്രമേ തൻ്റെ കൂടെ നിൽക്കുന്നവരുടെ ബ്രെയിൻ്റെ അകത്തെ റെഡ് എടുത്ത് കളഞ്ഞിട്ട് ഗ്രീൻ ആക്കാൻ പറ്റൂ. അഖിലിൻ്റെ അടുത്ത് ഞാൻ അഖിലിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ നൈസ് അനാലിസിസ് നടത്തുന്നത് എന്തിനാ? അഖിലിൻ്റെയും ചാന്ദിനിയുടെയും സുകന്യയുടെയും ഗ്രീഷ്മയുടെയും ആദിലിൻ്റെയും ഒക്കെ നൈസ് അനാലിസിസ് നടത്തുന്നത് എന്തിനാ? ഈവൻ ദോ അവർ കമ്പനിയിൽ ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് പേഴ്സണൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ ബ്രെയിൻ റെഡ് ആവും. അവരുടെ ബ്രെയിൻ ഗ്രീൻ ആക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വം. അതിന് ഞാൻ കൃത്യം ഡേറ്റിൽ ശമ്പളം കൊടുക്കും. ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ, അവർ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ ഞാൻ കൊടുക്കും. അവർക്ക് വേണ്ട ട്രെയിനിങ് കൃത്യമായിട്ട് ഞാൻ കൊടുക്കും. അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് ഞാൻ ഒരുക്കി കൊടുക്കും. അവർക്ക് ഞാൻ കൺവീനിയൻസ് ഒരുക്കി കൊടുക്കും. അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നാൽ ഞാൻ അവരെ സഹായിക്കും. അവർക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. കാരണം എന്താ? ആ പ്രശ്നം, അവൻ്റെ ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാവാതിരിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. കാരണം അവിടെ പ്രശ്നം ഉണ്ടായാൽ അത് റെഡാകും. ആ റെഡ് എൻ്റെ അക്കൗണ്ടിൽ റെഡായിട്ട് മാറും. ഏത് അക്കൗണ്ടിൽ? ബാങ്ക് അക്കൗണ്ടിൽ. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങളുടെ ഇമോഷണൽ സൈഡ് റെഡാ. നിങ്ങൾക്ക് കാശ് കിട്ടിയേ പറ്റൂ.
നിങ്ങൾക്ക് നാളെ ശമ്പളം കൊടുക്കണമെങ്കിൽ, നാളെ റെന്റ് കൊടുക്കണമെങ്കിൽ, നാളെ പലിശക്കാരന് കൊടുക്കണമെങ്കിൽ പൈസ കിട്ടിയേ പറ്റൂ. അവിടെ നിങ്ങൾ കസ്റ്റമർ എടുത്ത് ചെന്നിരിക്കുമോ, നിങ്ങളുടെ ഇമോഷണൽ സൈഡ് ഈസ് റെഡ്. നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ അങ്ങനെ കൺവിൻസ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് വേണമെങ്കിൽ വന്നാൽ മതിയോടോ പുല്ലേന്ന് പറയുന്നത്? എൻ്റെ ഫുൾ ഗ്രീൻ ആണെന്നേ. ഞാൻ ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കാത്ത എന്താ? ഞാൻ ഒരു ബാങ്ക് ലോണിൽ ഡിപ്പെൻഡ് ചെയ്യാത്ത എന്താ? ഏതെങ്കിലും ബാങ്ക് ലോണിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് ഒരു തവണ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ തലയിലേക്ക് എന്ത് കയറി വരും? അയ്യോ, നാളെ എനിക്ക് അത്രയും രൂപ വേണമല്ലോ എന്ന ചിന്ത. അറ്റ് എ ടൈം ഞാൻ ഒരു വസ്തുവിന് മാത്രമേ എഗ്രിമെന്റ് വെക്കത്തുള്ളൂ. കാരണം എന്താ? അതിനേക്കാൾ കൂടുതൽ കമ്മിറ്റ്മെന്റ് വന്നാൽ ഇവിടെ റെഡ് കയറും. റെഡ് കയറിക്കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ പ്രഷറൈസ്ഡ് ആകും. എൻ്റെ സെയിൽസിനെ അത് ബാധിക്കും. എൻ്റെ ബ്രെയിൻ ഗ്രീൻ ആക്കി നിർത്തുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം. എൻ്റെ ബ്രെയിൻ ഗ്രീൻ ആണെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ വേണ്ട, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ എപ്പോൾ വേണമെങ്കിലും ഞാൻ മേടിച്ചു. എൻ്റെ ബ്രെയിൻ റെഡ് ആണെങ്കിൽ സോ എൻ്റെ ചോദ്യം, നിങ്ങളുടെ സെയിൽസ് ടീമിൻ്റെ ബ്രെയിൻ എടുത്ത് വെച്ച് ഇങ്ങനെ ഒരു ന്യൂറോ സർജറി നടത്തിയാൽ എത്ര പേരുടെ ബ്രെയിൻ്റെ അകത്ത് റെഡ് കാണും? ഫിയർ, പേടിയുള്ള എത്ര സെയിൽസുകാർ നിങ്ങൾക്കുണ്ടെന്നറിയോ? സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത, പ്രൊഡക്റ്റ് നോളജ് ഇല്ലാത്ത, കമ്പനി നോളജ് ഇല്ലാത്ത എത്ര സെയിൽസുകാർ നിങ്ങൾക്കുണ്ടെന്നറിയോ? ഈ പ്രൈസ് കൂടുതലാണ് എന്ന് വിശ്വസിക്കുന്ന എത്ര സെയിൽസുകാർ നിങ്ങൾക്കുണ്ടെന്നറിയോ? അവിടുത്തെ പ്രശ്നം എന്താ? ലോജിക് സൈഡിൽ റെഡ് ആണ്. ഇവൻ്റെ അടുത്ത് ഒരിക്കലും പോയിട്ട് ഇവരെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യു ഹാവ് ടു ഫൈൻഡ് ദാറ്റ് വൺ ലൈൻ സ്റ്റേറ്റ്മെന്റ്. എൻ്റെ സെയിൽസ് ടീമിന് കോൺഫിഡൻസോടുകൂടി പറയാം, സാർ ഡിസ്കൗണ്ട് ഇല്ലാതെ എങ്ങനെ വിൽക്കണമെന്ന് പഠിപ്പിക്കുന്ന അനിൽ സാറ് ഡിസ്കൗണ്ട് തരുന്ന ശരിയാണോ സാർ? അതിൻ്റെ ബാക്കി പണി ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. ഡിസ്കൗണ്ട് ചോദിച്ചാൽ കൊടുക്കേണ്ട മറുപടി അവിടെ ഉണ്ട്. ഡിസ്കൗണ്ട് ചോദിക്കാതെ ഇരിക്കാനുള്ള പണി ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ചെയ്യാത്തതാണ് നിങ്ങളുടെ എല്ലാ ബേസിക് പ്രശ്നവും. നിങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ ഈവൻ ദോ സെയിൽസുകാരൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും സെയിൽസുകാരനെ ഡിപ്പെൻഡഡ് അല്ല. എൻ്റെ ബിസിനസ്, എൻ്റെ ട്രെയിനിങ് സെയിൽസുകാരെ ഡിപ്പെൻഡഡ് അല്ല. എന്നിലാണ് എൻ്റെ ബിസിനസ് നിൽക്കുന്നത്. എന്നിൽ ഒരു സെയിൽസുകാരൻ എനിക്കില്ലെങ്കിലും, അഖിലും ഇല്ല, ചാന്ദിനിയില്ല, സുകന്യയില്ല, ആദിലും ഇല്ല, നിയാസും ഇല്ലെങ്കിൽ പോലും ഞാൻ ഒരു ആഡ് ഇട്ടിട്ട് അതിൻ്റെ താഴെ എൻ്റെ പേയ്മെന്റ് ലിങ്ക് കൊടുത്താൽ, ഇപ്പൊ അവർ കൊണ്ടുവരുന്നത് 200 സെയിലായിരിക്കും. ഞാൻ പേയ്മെന്റ് ലിങ്ക് മാത്രം ഇട്ടിട്ട് ഞാൻ ഒരാളുടെയും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല, പേയ്മെന്റ് ലിങ്ക് മാത്രം ഇട്ടാൽ എനിക്ക് ഉറപ്പാണ് 100 125 സെയിൽ നടക്കും. ബാക്കി അവർ ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും. എന്നാലും 50% എബോവ് സെയിൽ നടന്നിരിക്കും. കാരണം that is the positioning, that is the marketing, that is my PMP, that is the trust I have built in the marketplace. നിങ്ങളുടെ പ്രശ്നം നിങ്ങളാണ്. കാരണം നിങ്ങളുടെ ബ്രെയിൻ ഗ്രീൻ അല്ല. നിങ്ങൾക്ക് എന്തിനാണ് എല്ലാ ദിവസവും ഞാൻ ഈ ക്ലാരിറ്റി തരുന്നത്? നിങ്ങൾക്ക് ഇന്ന് ഞാൻ സൊല്യൂഷൻ അല്ല തരുന്നത്. ഐ എം ഗിവിംഗ് യു ക്ലാരിറ്റി, 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 ക്ലാരിറ്റി. കിങ്സ് ക്ലബ് ഈസ് ഓൾ അബൌട്ട് ക്ലാരിറ്റി. മൈസെൽഫ് ഈസ് ഓൾ അബൌട്ട് ക്ലാരിറ്റി. എൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഏതൊരാൾക്കും ഞാൻ കൊടുക്കുന്നത് ഒന്ന് മാത്രം, ക്ലാരിറ്റി. ക്ലാരിറ്റി കിട്ടും തോറും നിങ്ങളുടെ ഉള്ളിലെ റെഡ് മാറി ഗ്രീൻ ആയിക്കൊണ്ടേയിരിക്കും. വൺസ് നിങ്ങളുടെ ബ്രെയിൻ ഗ്രീൻ ആയാൽ നിങ്ങൾക്ക് തന്നെ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. എൻ്റെ ജോലി ആ റെഡ് എടുത്ത് കളയുക. നിങ്ങളുടെ ഉള്ളിൽ പേടിയുണ്ടെങ്കിൽ, ലീഡർഷിപ്പ് എന്തിനാ പഠിപ്പിക്കുന്നത്, എന്തിനാണ് നിങ്ങളുടെ ഉള്ളിൽ മാനേജ്മെന്റ് സ്കിൽസ് ഉണ്ടാക്കി തരുന്നത്, ഇതൊക്കെ നിങ്ങളുടെ ഭയം ഇല്ലാതെയാക്കും. എന്തിനാണ് സെയിൽസ് ടോപ്പിക്കിൽ പ്രീമിയം സെല്ലിങ് പഠിപ്പിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിലെ ലോജിക് പാർട്ട് എടുത്ത് കളയാൻ വേണ്ടി, ലോജിക്കിലെ പേടി എടുത്ത് കളയാൻ വേണ്ടി. നിങ്ങളുടെ ബിസിനസ്സിൽ പ്രീമിയം സെല്ലിംഗ് നടക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ വില കൂടുതലാണെന്ന് ഇനിയും നിങ്ങളുടെ കസ്റ്റമേഴ്സ് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാത്രമാണ് അതിന് കാരണം. നിങ്ങളുടെ ബ്രെയിനിൽ എവിടൊക്കെയോ റെഡ് കിടപ്പുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ വിശ്വാസമില്ല. ഞാൻ എന്തിനാണ് എന്നും അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്? ഒരു ദിവസമെങ്കിലും ഞാൻ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ, അയ്യോ ഞാൻ ഇന്നലെ പഠിച്ചില്ലല്ലോ, എന്നേക്കാൾ ആരെങ്കിലും മുകളിൽ കയറുമോ? ഞാൻ സമ്മതിക്കില്ല. ഞാൻ നിൽക്കുന്നതിൽ നിന്ന് 2ാം സ്ഥാനക്കാരൻ 10 അടി ദൂരെയാണ് എന്ന് ഞാൻ എന്നും ഉറപ്പുവരുത്തും. ഞാൻ നിൽക്കുന്ന ഏണിയല്ലേ 10 സ്റ്റെപ്പ് താഴെയായിരിക്കും 2ാം സ്ഥാനക്കാരൻ. അവൻ എൻ്റെ അടുത്ത് എത്തുമ്പോൾ അവനേക്കാൾ 20 സ്റ്റെപ്പ് മുകളിൽ ഞാൻ കയറിയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, യു ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ് വിത്ത് യുവർ മാർക്കറ്റ്, ഡു വിത്ത് യുവർ സെൽഫ്. ബിസിനസ് ഡെവലപ്മെന്റ് ഈസ് ഓൾ അബൌട്ട് പേഴ്സണൽ ഡെവലപ്മെന്റ്. ബിസിനസ് ഡെവലപ്മെന്റ് ഈസ് ഓൾ അബൌട്ട് പേഴ്സണൽ ഡെവലപ്മെന്റ്.
നിങ്ങൾക്ക് കച്ചവടം നടക്കാത്തതിൻ്റെ റീസൺ നിങ്ങളാണ്. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന റെഡാണ്. അതെടുത്ത് കളയാതെ ഒരു കച്ചവടവും നിങ്ങൾക്ക് നടക്കാൻ പോകും. വൺസ് നിങ്ങളുടെ അത് എടുത്ത് കളഞ്ഞാൽ നിങ്ങളുടെ ജോലി ആസ് എ ലീഡർ കോച്ചിങ് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ടീമിൻ്റെ ബ്രെയിൻ്റെ അകത്തേക്ക് കയറുന്ന ഒരു ന്യൂറോ സർജൻ ആയി മാറണം നിങ്ങൾ. ഓരോ ബിസിനസ്സുകാരനും ഓരോ ന്യൂറോ സർജൻ ആയിരിക്കണം. ആ കൂടെ നിൽക്കുന്നവരുടെയും കസ്റ്റമേഴ്സിൻ്റെയും ബ്രെയിൻ തുറന്നു വെച്ച് അതിൻ്റെ അകത്ത് കിടക്കുന്ന ക്യാൻസറസ് ആയിട്ടുള്ള റെഡ് എടുത്ത് കളഞ്ഞിട്ട് അത് ഗ്രീൻ ആക്കി മാറ്റുന്ന ന്യൂറോ സർജൻസ്. അതാണ് ഹിപ്നോട്ടിക് സെൽ.